അറിവ് ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രജ്ഞാനം ബ്രഹ്മ ഋഗ്വേദത്തിലെ ഒരു മന്ത്രമാണ്. 4 വാക്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. അതിൽ നമ്മൾ പറയും വേദവാക്യമാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണ് വേദവാക്യം. എന്താണ്? ഈശ്വരൻ എന്ന് പറയുന്ന പരമമായ കാഷ്ടാത് പരബ്രഹ്മം എന്ന് പറയുന്ന ഒരു ലെവലാണ്. എന്തായാലും എല്ലാം അയ്യപ്പൻ തീരുമാനിക്കട്ടെ, നമുക്ക് അനുസരിക്കാനേ കഴിയുള്ളൂ. ഗംഗണപതയേ നമഃ. ഓം മഹാദേവ്യൈ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ലോകവീരൻ മഹാപൂജ്യൻ സർവരക്ഷാകരം വിഭും പാർവതീഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡ്യേശവംശതിലകം കേരളേ കേളിവിഗ്രഹം ആർത്തത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അല്പം സമയം താമസിച്ചു പോയെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാം അയ്യപ്പൻ തീരുമാനിക്കട്ടെ, നമുക്ക് അനുസരിക്കാനേ കഴിയുള്ളൂ. ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA അവർ ഒരു നല്ല പ്രഭാഷണം തന്നെ കാഴ്ചവെച്ചു. എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, എനിക്ക് പറയാനുള്ളത് പകുതിയും താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് പ്രഭാഷണം ചെയ്യും? വളരെയേറെ അറിവുകളുള്ള ജനപ്രതിനിധികൾ ഒരു രാഷ്ട്രത്തിന്, രാഷ്ട്രനിർമ്മാണത്തിന്, പുനർനിർമ്മാണത്തിന് ആവശ്യമാണ്. സത്യത്തിൽ ഇങ്ങനെയൊരു ഉദ്ഘാടകനെ കിട്ടിയത് ഈ വേദിയുടെ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രയും അദ്ദേഹം തന്ന അറിവ് ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രജ്ഞാനം ബ്രഹ്മ ഋഗ്വേദത്തിലെ ഒരു മന്ത്രമാണ്. 4 വാക്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. അതിൽ നമ്മൾ പറയും വേദവാക്യമാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണ് വേദവാക്യം. എന്താണ്? അവൻ പറഞ്ഞ വേദവാക്യം, അല്ലെങ്കിൽ മകന് അവൻ്റെ ഭാര്യ പറയുന്നതാണ് വേദവാക്യം എന്നൊക്കെ നമ്മൾ അറിയാതെ പറയാറുണ്ടല്ലേ. അപ്പോൾ വേദവാക്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്നത് ആ ലെവലല്ല. വളരെ പ്രധാനപ്പെട്ട കാച്ചിക്കുറുക്കിയ അനുഭവങ്ങളെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുന്നതാണ് വേദവാക്യങ്ങൾ. ഏതൊക്കെ വേദവാക്യങ്ങൾ? പ്രജ്ഞാനം ബ്രഹ്മ, അറിവാണ് ബ്രഹ്മം, ഋഗ്വേദത്തിലുള്ളതാണ്. അയം ആത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് ബ്രഹ്മമാണെന്നുള്ള അറിവ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം, ഈശ്വരൻ നമ്മൾ പറയും. ഇടയ്ക്ക് പറയട്ടെ, ഹൈന്ദവർക്ക് ഈശ്വരനാണ്, ദൈവമല്ല. ഈശ്വരൻ എന്ന് പറയുന്ന പരമമായ കാഷ്ടാത് പരബ്രഹ്മം എന്ന് പറയുന്ന ഒരു ലെവലാണ്. ആ ലെവൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവം അല്ലെങ്കിൽ പറയുന്ന മറ്റ് അവതാരങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്കല്ല ചിന്തിക്കേണ്ടത്. അതുപോലെ 33 കോടി ദൈവങ്ങളല്ല. ഏകം സത്വിപ്രാ ബഹുതാവതന്തി ഋഗ്വേദം. ദൈവങ്ങളല്ല 33 കോടി. ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഹിന്ദുക്കളെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന, മറ്റ് മതസ്ഥർ കളിയാക്കുന്നൊരു വാക്ക്. നമുക്ക് ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ. കല്ലും മണ്ണും മരവും ഒക്കെ ദൈവമാണ്, ശരിയാണ്. പക്ഷേ ദേവതാ സങ്കല്പമാണ്. കല്ലും മണ്ണും മരവും നമ്മൾ ആരാധിക്കുന്നു. കാരണം ഇന്ന് ലോകത്തുള്ള ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? കല്ലിലും മണ്ണിലും സൂക്ഷ്മജീവികളിലും ഒക്കെ ഒരു ഇക്വിലിബ്രിയമുണ്ട്, ഒരു പരിസ്ഥിതി സന്തുലിതാവസ്ഥ. ധാരാളം മരങ്ങൾ വേണം, അതെല്ലാവർക്കും അറിയാം. ഇപ്പം അതിൽ യാതൊരു തർക്കവുമില്ല. ഇതെല്ലാം ആവശ്യമാണ്. പക്ഷികൾ വേണം, ചെറിയ ചെറിയ ജീവികൾ വേണം, തേനീച്ചകൾ വേണം, മണ്ണിര വേണം. ഇപ്പം മണ്ണിര കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്. എന്തുകൊണ്ടാണ്? അത് പഴഞ്ചൻ ആചാരമൊന്നുമില്ല. നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള പരിസ്ഥിതി ബന്ധപ്പെടുത്തിയ എല്ലാ ആചാരങ്ങളും പരിസ്ഥിതി ബന്ധമാണ്. ഇവിടെ തന്നെ നോക്കൂ, ശബരിമല
യാത്ര പോലും പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടാണ്. വനം നശിപ്പിക്കാതെ ഇത്രയേറെ 777 ചതുരശ്ര കിലോമീറ്ററാണ് തേക്കടി വനം. ആ വനത്തിൻ്റെ ഒരു ഭാഗമാണ് ശബരിമല. അപ്പോൾ അത് ഒട്ടും നശിപ്പിക്കാതെ, വനഭംഗി കുറയ്ക്കാതെ, കഴിയുന്നത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ബാധിക്കാതിരിക്കാൻ എത്രമാത്രം ശ്രദ്ധിക്കുന്നു സർക്കാരുകൾ, അല്ലേ? പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതി കൂടാതെ ഒരു കല്ല് പോലും നാട്ടാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ് വിഭാവനം ചെയ്തത്? ക്ഷേത്രങ്ങൾ പോലും പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ഋഷിമാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ ദേവതായനങ്ങൾ എന്ന് പറഞ്ഞ് ഏത് വലിയ ക്ഷേത്രം വികസിച്ചാലും അവിടെ ഒരു സർപ്പക്കാവോ ഒരു ദേവതായനം എന്ന് പറഞ്ഞാൽ മറ്റ് ദേവതമാർക്ക് സഞ്ചരിക്കാനുള്ള ഒരു വനപാത ഇട്ടിരുന്നു. കാരണം അവർക്ക് മനസ്സിലായി ഈ മരങ്ങളൊക്കെ മനുഷ്യൻ വെട്ടി നശിപ്പിക്കും, പരിസ്ഥിതിയെ നശിപ്പിക്കും. കാരണം നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിൽ മനുഷ്യരുമുണ്ട്, മനുഷ്യേതര ജീവികളുമുണ്ട്. മനുഷ്യരുമുണ്ട്, മനുഷ്യേതര ജീവി. നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്ര ജീവികളുണ്ട് നിങ്ങളെ കൂടാതെ? ഭാര്യയും ഭർത്താവും മക്കളും മാത്രമാണോ? പാറ്റയുണ്ട്, പഴുതാരയുണ്ട്, പൂച്ചയുണ്ട്, വളർത്തുന്ന പട്ടിക്കുഞ്ഞുണ്ട്, തത്തയുണ്ട്. ചിലർ തത്തയെ വളർത്തും, കൂട്ടിലിട്ട് വളർത്താൻ പാടില്ല, ദോഷം കേട്ടോ. എന്തായാലും ശരി, ഇതൊക്കെ ഉണ്ട് മനുഷ്യേതര ജീവികൾ. ഇനി സൂക്ഷ്മജീവികളുണ്ട്. ഋഷിമാർ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് സൂക്ഷ്മജീവികളെക്കുറിച്ചാണ്. അണോരണീയാൻ കേട്ടിട്ടുണ്ടല്ലോ. അണുവിൽ വെച്ച് അണുവായതും മഹത്തിൽ വെച്ച് മഹത്തായതും. അണുർ ബൃഹത് കൃസ സ്ഥൂലോ ഗുണഭിന്നൂർ ഗുണോ മഹാ എന്ന സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമത്തിൽ. എല്ലാത്തിനെയും ഒരു ബാലൻസിൽ കൊണ്ടുപോവുക, എല്ലാത്തിനെയും പരിസ്ഥിതിയും ഭംഗം വരാതെ കൊണ്ടുപോവുക. ഇപ്പോഴത്തെ മനുഷ്യർക്കത് പോരാ. ആധുനിക മനുഷ്യന് ഭൗതികമായ ആർത്തി കൂടിയതുകൊണ്ട് എന്ത് സംഭവിച്ചു? എല്ലാം എനിക്ക് മാത്രം. ദുര്യോധനം വിചാരിച്ച പോലെ ലോഭം എനിക്ക് മാത്രം മതി, വേറെ ആർക്കും വേണ്ട, അടുത്ത തലമുറയ്ക്കൊന്നും വേണ്ട. നമ്മളൊരു 25 സ്റ്റാള് അല്ല 50 സ്റ്റാളുള്ള ഒരു എക്സിബിഷൻ ഹാളിൽ ചെന്നാൽ പഴയ മനുഷ്യരാണ് ഇതൊക്കെ കണ്ട് രസിച്ചു പോകും. ഇപ്പോഴത്തെ മനുഷ്യർ, ഉദാഹരണം പറയുകയാണ് കേട്ടോ, ഇപ്പോഴത്തെ ആളുകൾക്ക് ആർത്തി പൂണ്ട് കഴിഞ്ഞാൽ ഓരോ സ്റ്റാള് സ്വന്തമാക്കണം എന്ന് വിചാരിക്കും. നടക്കില്ല. ഒന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഒരു ഷാള് പോലും കൊണ്ടുപോകില്ല ഇവിടുന്ന്. നമ്മൾ പോകുമ്പം ഷാളോ ഒരു ചുരിദാറിൻ്റെ എന്നാൽ ഒരു എന്താണ് അതിന് പറയുന്നത്, ഷാള് കൊണ്ടുപോകാന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോൾ അത്രയും ദുർബലമാണ് മനുഷ്യൻ. മനുഷ്യന് സ്വന്തമായിട്ട് ഒരിടം മാത്രം കണ്ടെത്തുക. അത് തേനീച്ചയെ പോലൊരു ചെറിയ ജീവി ഇല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞാൽ ഈ ഭൂമിയില്ല. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. തേനീച്ചയില്ലെങ്കിൽ പരാഗണമില്ല, ചെറിയ ചെടികളും പുഷ്പങ്ങളും ഉണ്ടാവില്ല. പുഷ്പിച്ചില്ലെങ്കിൽ സസ്യങ്ങളുണ്ടാവില്ല. സസ്യങ്ങളെ തിന്ന് ജീവിക്കുന്ന ചെറുജീവികളുണ്ടാവില്ല. എത്ര ദിവസം പട്ടിണി കിടക്കാൻ പറ്റും നോക്ക്? ഒരാഴ്ച, 2 ആഴ്ച ചത്തുപോകും, ഉറപ്പാണ്. അപ്പം അതില്ല. ചെറുജീവികളെ തിന്ന് ജീവിക്കുന്ന വലിയ ജീവികളില്ല. ഏറ്റവും വലിയ ജീവി മനുഷ്യനെ കാലം ഭക്ഷിക്കും, കാലമാകുന്ന ജീവിയും ഭക്ഷിക്കും. 70-80 വർഷം വരെ ആയുസ്സുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബൈക്ക് അപകടത്തിൽ തീരും. ഇതൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. കർമ്മഫലം അനുസരിച്ച് കിട്ടിയ ഒരു ശരീരമാണ് നമ്മുടെ. കർമ്മഫലം അനുസരിച്ച്, ദ ലോ ഓഫ് കർമ്മ നിഷേധിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ആ കർമ്മഫലം അനുസരിച്ച് കിട്ടിയ ഒരു ശരീരത്തിൽ കണ്ണും കൈയും കാലും എല്ലാം ഭേദമായിട്ട് കുഴപ്പമൊന്നുമില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയുന്നുണ്ടേ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിനാണ് നമ്മൾ ശരണം വിളിക്കേണ്ട. നവാക്ഷരി മന്ത്രം ലോകം മുഴുവൻ മുഴങ്ങുന്ന സ്വാമിയേ ശരണമയ്യപ്പ. ലോകം മുഴുവൻ ഇന്ന് ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു സംസ്കൃത വാക്കുകളോ കടുപ്പപ്പെട്ട പദപ്രയോഗങ്ങളോ ഒന്നുമില്ലാതെ ഈ ലോകം മുഴുവൻ അലയടിക്കുന്ന ഒരു മന്ത്രമാണ്. നിങ്ങൾ ആലോചിക്കുക, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞ പോലെ ഇത്രയും മഹത്തായൊരു മന്ത്രം, ഇത്രയും മഹത്തായൊരു യജ്ഞവേദി, ഇത് സൃഷ്ടിക്കാൻ ഇവിടെ കഴിഞ്ഞവർ തീർച്ചയായും അവർക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ. ഞാൻ തൊഴുന്നു അവരെ. ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ ഇതാണ് യജ്ഞം. കലികാലത്തെ യജ്ഞം ഇതാണ്. ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ആദ്യം കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം, ത്രേതായുഗം ശ്രീരാമൻ്റെ കാലഘട്ടം, അത് കഴിഞ്ഞ് ദ്വാപരയുഗം ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടം 2ാം പകുതിയിൽ. ഇപ്പോൾ കലിയുഗത്തിലാണ് നടക്കുന്നത്. കലിയുഗത്തിൽ നാമം മാത്രം മതി. നാമത്തിനുള്ളിൽ ഭഗവാനുണ്ട്. അത് നിങ്ങൾ ഏത് നാമം ജപിച്ചാലും, ശിവനെക്കുറിച്ചോ ദേവിയെക്കുറിച്ചോ വിഷ്ണുവിനെക്കുറിച്ചോ സർപ്പദൈവങ്ങളെക്കുറിച്ചോ ഗണപതിയെക്കുറിച്ചോ സുബ്രഹ്മണ്യനെക്കുറിച്ചോ ശാസ്താവിനെക്കുറിച്ചോ ആരെക്കുറിച്ച് ജപിച്ചാലും നമുക്ക് കിട്ടുന്ന എന്താണ്? ഏകം സത്വിപ്ര ബഹുധാ വദന്തി എന്നുള്ള തത്വമാണ്. ആ തത്വത്തിലേക്കാണ് എത്തുന്നത്. ഏകമായ ഈശ്വരനെ, പല നദികളുമുണ്ട്, എല്ലാ നദികളും ചെല്ലുന്നത് എങ്ങോട്ടാണ്? സമുദ്രത്തിലേക്കാണ്. അപ്പോൾ ഒരേ ഒരു ലക്ഷ്യമായ നമ്മുടെ സാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് ഓരോ നാമവും. ആ നാമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് യജ്ഞവേദികൾ. ഇത് തീർച്ചയായും ജന്മപുണ്യമായിട്ട് കിട്ടിയതാണ്. ഇവിടുത്തെ സംഘാടകർക്ക് ഇത് ജന്മപുണ്യമായിട്ട് കിട്ടിയതാണ് ഈ വേദികൾ. ഇങ്ങനെ സംഘടിപ്പിക്കാൻ നോക്കിയതും ഇവിടെ വന്നുകൂടി ഈ യജ്ഞത്തിൽ പങ്കാളിയാകുന്നവരും ഒക്കെ മുൻജന്മ ഭാഗ്യത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ എത്തിച്ചേർന്നവരാണ്. പൂർവ്വജന്മ ബന്ധങ്ങളും ഉണ്ടാവാം ഒരുപക്ഷെ. എന്തുകൊണ്ടാണ്?
മനുഷ്യന് മാത്രമേ ഇത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുള്ളൂ. കേനോപനിഷത്ത് പറയുന്നു, ഇഹ ചാവേതിൽ സത്യമസ്തി ന ചാവേതിൽ മഹതീ വിനഷ്ടി. ഈ ജന്മം നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയാൽ നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഇല്ലെങ്കിലോ മഹതീ വിനഷ്ടി, മഹത്തായ നഷ്ടം സംഭവിക്കും. കാരണം മറ്റൊരു ജന്മം, 84 ലക്ഷം ജീവിവർഗങ്ങളുണ്ടെന്നാണ് നമ്മുടെ ഉപനിഷത്ത് പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്നത് മാത്രമല്ല, ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്ന ഏതാണ്ട് 5 ലക്ഷത്തിൽ താഴെയാണ്. 84 ലക്ഷം ജീവിവർഗങ്ങൾ. കൊറോണ വന്നപ്പോഴല്ലേ നമ്മൾ മനസ്സിലായി ഇങ്ങനെ കൊറോണ എന്നൊരു സാധനം ഉണ്ടെന്ന്, ഒരു സൂക്ഷ്മജീവി. അതുവരെ നമ്മൾ മനസ്സിലാക്കിയില്ല. പക്ഷേ നമ്മുടെ ഋഷിമാർ പറഞ്ഞിരുന്നു സൂക്ഷ്മജീവികൾ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് സൂക്ഷ്മഭാവത്തിലും ഉള്ള ജീവനെപ്പറ്റി അവർ പറഞ്ഞിരുന്നത് വേദോപനിഷത്തുകളിൽ. ആ സങ്കല്പത്തിൽ നമുക്ക് മാത്രമേ ഇത് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. 84 ലക്ഷാമതായിരിക്കും നിങ്ങൾക്ക് ഒരു മനുഷ്യ ശരീരം കിട്ടിയത്. കർമ്മഫലമായിട്ട് കിട്ടുന്നതാണ്. ആ കർമ്മത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് ലംഘനീയം പറ്റില്ല. നമുക്ക് കിട്ടുന്നത് കർമ്മഫലമായിട്ടാണ്. ഓരോ ജന്മവും ഓരോ ജീവനും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും 84 ലക്ഷം ജീവിവർഗങ്ങളുള്ളതിൽ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. ബാക്കി എല്ലാ ജീവികളും ചെയ്യുന്നു, നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്. ആഹാരം, നിഹാരം, വിഹാരം, നിദ്ര, മൈഥുനം, ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്. ആഹാരം കഴിക്കുന്നു, വിഹരിക്കുന്നു, വെള്ളം കുടിക്കുന്നു, എണ്ണ ചേരുന്നു, പ്രസവിക്കുന്നു, ഉറങ്ങുന്നു. നിങ്ങളും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെറു ജീവികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? ചിന്തിക്കണം. നമ്മൾ ഈ യജ്ഞവേദികളിൽ എന്തെങ്കിലും കേട്ടല്ലേ, പ്രഭാഷണങ്ങൾ, സത്സംഗവേദികൾ, സപ്താഹവേദികൾ എന്തെങ്കിലും കേട്ടിട്ട് നമ്മൾ തിരിച്ചുപോയി ഭൗതിക ജീവിതത്തിലെ തിരക്കിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് ചിന്തിക്കാനുള്ളൊരവസരം കിട്ടുന്നില്ല. ചിന്തിക്കണം, ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മുടെ എല്ലാം ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അർജുനെ നിമിത്തമാക്കിക്കൊണ്ട് നമുക്ക് ഉപദേശിച്ചാണ് ഭഗവത്ഗീത. അത് ചോദ്യ ഉത്തരമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംശയ നിവാരണമാണ്. അങ്ങനെ സംശയം നിവൃത്തി വരുത്താനും ഇങ്ങനെയുള്ള വേദികൾ ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എല്ലാത്തരം വികാരങ്ങളും എല്ലാത്തരം വിക്ഷോഭങ്ങളും എല്ലാത്തരം ചിന്തകളും സമ്മേളിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ തലച്ചോറിലാണ്. ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ ജന്മം നിങ്ങൾ ഈശ്വര തുല്യനാവണോ, അതോ ഈ ജന്മം മൃഗങ്ങളെ പോലെ ജീവിക്കണോ? ജനിക്കുമ്പോൾ എല്ലാം മൃഗങ്ങളാണ് അല്ലേ? ജനിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ്. സംസ്കാരം കൊണ്ടാണ് നമ്മൾ വലുതാവുന്നത്. അത് വേണമെന്ന് ഈ ജന്മം തീരുമാനിക്കണം. ഇങ്ങനെയുള്ള യജ്ഞവേദിയിൽ നിന്ന് കിട്ടുന്ന അറിവ് നമ്മൾ സ്വരൂപിക്കണം. അപ്പോൾ ഈ ജന്മം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? തേജസ്വിനാം അതീതമസ്തു, തേജസ്വിയായിട്ട് മാറാം, ഈശ്വര തുല്യമായിട്ട് മാറാൻ സാധിക്കും ഈ ജന്മം. 1,00,000 വർഷം മുമ്പുള്ളൊരു പശു എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ആലോചിച്ച് നോക്കൂ. പുല്ല് തിന്നുന്നു, വെള്ളം കുടിക്കുന്നു, പ്രസവിക്കുന്നു, പാല് കൊടുക്കുന്നു, സമയമാകുമ്പോൾ മരിക്കുന്നു. 1,00,000 വർഷം കഴിഞ്ഞുള്ള പശു ചെയ്യുന്നത് അത് തന്നെ. വല്ല വ്യത്യാസമുണ്ടോ? പശു എന്നല്ല, ഏത് ജീവി. അതേസമയം 1,00,000 വർഷം മുമ്പുണ്ടായിരുന്ന മനുഷ്യൻ എങ്ങനെയായിരുന്നു? പച്ചയിറച്ചി കടിച്ച് തിന്നുന്ന, അല്ലെങ്കിൽ അവന് തോന്നുമ്പോൾ ഇണ ചേരുന്ന, അല്ലെങ്കിൽ വല്ലാത്തൊരു കാടൻ സംസ്കാരത്തെ ജീവിച്ച ആളുകളാണോ ഇന്ന്? അപ്പം മനുഷ്യന് മാത്രം യാതൊരു മാറ്റവും നിയമത്തിൽ വരുത്താൻ മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. മറ്റ് ജന്തുക്കൾക്കൊന്നും ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മനുഷ്യജന്മം വളരെ ശ്രേഷ്ഠമാണ്. ഇത് മനസ്സിലാക്കി. ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് വെളിച്ചവും ആശയത്തെളിച്ചവും ഉണ്ടാവണമെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കണം. വേറൊരു ജന്മത്തിലേക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല. കാരണം അടുത്ത ജന്മം വരാൻ പോകുന്നത്, നല്ലൊരു ജന്മം കിട്ടണമെങ്കിൽ തീർച്ചയായും പുനർജന്മമുണ്ട്. അത് കിട്ടണമെങ്കിൽ ഈ ജന്മത്തെ സുഹൃതം, പ്രാരബ്ധ ജീവിതത്തിലെ സൽക്കർമ്മങ്ങൾ ചെയ്ത് പുണ്യം സമ്പാദിക്കുക. അങ്ങനെയുള്ള പുണ്യം സമ്പാദിക്കാനുള്ള വേദികളും കൂടിയാണ് യജ്ഞവേദികൾ. ഇവിടുത്തെ വിഷയം നമുക്ക് ശ്രീധർമ്മശാസ്താവും അയ്യപ്പനും എന്നുള്ളതാണ് വിഷയം പറഞ്ഞിരിക്കുന്നത്. അയ്യപ്പൻ്റെ നാട്ടിൽ വന്നിട്ട് ധർമ്മശാസ്താവിനെ പറ്റി അയ്യപ്പനെ പറ്റി പറയണം എന്ന് പറഞ്ഞാൽ കുറച്ച് സാഹസമായി പോകുമെന്ന് എനിക്കറിയാം. കാരണം എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. ഇതിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ധർമ്മശാസ്താവും അയ്യപ്പനും ഒന്നാണോ? ഒരു ചോദ്യമാണ്. ധർമ്മശാസ്താവും അയ്യപ്പനും ഒന്നാണോ? ധർമ്മശാസ്താവ് ആരാണ്? ശാസ്താവെന്ന് പറഞ്ഞാൽ ശാസിക്കുന്നവനാണ്. ആരെ ശാസിക്കുന്നവൻ? ധർമ്മത്തെ ശാസിക്കുന്നവൻ. എവിടെയെങ്കിലും അധർമ്മം ഉണ്ടാകുന്നുണ്ടോ, എവിടെയെങ്കിലും ധർമ്മം വഴിതെറ്റുന്നുണ്ടോ, അവിടെ ധർമ്മത്തെ ശാസിച്ച് അല്ലെങ്കിൽ ധർമ്മത്തെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുക.
ശിഷ്ടരെ രക്ഷിക്കുകയും ദുഷ്ടരെ സംഹരിക്കുകയും ചെയ്യുന്നുള്ള അവതാര ഉദ്ദേശം തന്നെ ഇവിടെ അത് തന്നെയാണ്. അപ്പോൾ ധർമ്മത്തെ ശാസിക്കുന്ന ശാസ്താവിൻ്റെ ജനനം അല്ലെങ്കിൽ ഉത്ഭവം എത്രയോ വർഷം പുറകിലാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കലിയുഗത്തിലാണ്. 4 യുഗങ്ങളാണ് ചതുര്യുഗം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പം കൃതയുഗമുണ്ട്, അല്ലെങ്കിൽ സത്യയുഗമുണ്ട്, 4800 ദേവവർഷം. ശേഷം വന്നത് ത്രേതായുഗം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രീരാമചന്ദ്രൻ്റെ കാലഘട്ടം, 3600 ദേവവർഷങ്ങൾ. അതിനുശേഷം വന്നത് ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടം, ഏതാണ് ദ്വാപരയുഗം, 2400 ദേവവർഷങ്ങൾ. പിന്നീട് വന്നത് കലിയുഗം, ഇപ്പം നമ്മൾ കലിയുഗത്തിലാണ്. ശ്രീകൃഷ്ണൻ്റെ അന്തർധാനത്തിന് ശേഷം കലിയുഗം തുടങ്ങി. ഇപ്പോൾ 5000 ചില്ലുവാനം വർഷങ്ങളായി എന്നാണ് ഏകദേശം കണക്ക്. അത് 1200 ദേവവർഷമാണ്. എന്ന് വെച്ചാൽ 4 ലക്ഷത്തി ചില്ലുവാനം മനുഷ്യവർഷങ്ങളാണ്. അപ്പോൾ ഒരുപാട് കാലം ഇനിയുണ്ട്. അപ്പോൾ ഈ കലിയുഗത്തിൽ സംഭവിച്ചിരിക്കുന്നതായ അയ്യപ്പൻ്റെ അവതാരം, ആ അവതാരമൂർത്തിയുടെ ഉത്ഭവം കലിയുഗത്തിലാണ്. ഈ കലിയുഗത്തിലെ ഒരു സംഭവവും ശാസ്താവിൻ്റെ ഒരു സംഭവമായിട്ട് എങ്ങനെ കൂട്ടിയിണക്കി ചിന്തിക്കും? ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ധർമ്മശാസ്താവിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഏതാണ്ട് ത്രേതായുഗത്തിലാണെന്ന് വിശ്വസിക്കാം. ഏതാണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചരിത്രവും ഐതിഹ്യവും അയ്യപ്പൻ പാട്ടുകളും പുരാണങ്ങളും ഒക്കെ കുഴഞ്ഞു കിടക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ വളരെ വിഷമമുള്ളൊരു വിഷയമാണിത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ചിന്തിച്ചെടുക്കാവുന്ന ചില തീരുമാനങ്ങളിൽ എത്തിച്ചേരാനേ സാധിക്കുകയുള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കുന്നത് അനലൈസ് ചെയ്യാം. അതിലേക്ക് നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ ചെവിയെ ഞാൻ കടം വാങ്ങിക്കുകയാണ് തൽക്കാലം. ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും. അപ്പോൾ മനസ്സിലാക്കുക, കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം, അത് കഴിഞ്ഞ് ത്രേതായുഗം, ശ്രീരാമചന്ദ്രൻ്റെ കാലഘട്ടം. രാമായണം ആ കാലഘട്ടത്തിലാണ്, നമുക്കറിയാമല്ലോ. രാമായണം ശബരിമലയായിട്ട് ബന്ധമുണ്ട്, അതും അറിയാമല്ലോ. ശരിയല്ലേ? കാരണം ശബരി ആശ്രമം ഇപ്പോഴും അവിടെ സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾ വെറുതെ ശബരിമലയിൽ പോകുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭണ്ണാരക്കുറ്റിയുടെ അവിടെ കൊണ്ടുവന്ന് പൈസ ഇട്ടു ഒരു തേങ്ങ ഉടച്ച് സ്വാമിയെ ശരണമയ്യപ്പ എന്നും പറഞ്ഞ് പോയാൽ പോരാ. ശബരിമലയിൽ ശബരി പീഠം ചിലപ്പോൾ ശബരിയെ ഓർക്കണം. ആരായിരുന്നു ശബരി? ആ പ്രാധാന്യം രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ അവരെ സീതാന്വേഷണത്തിനായിട്ട് അവിടെ വന്നതാണ്. അവർ വടക്കുന്ന് പുറപ്പെട്ട് വന്ന് നമ്മുടെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തു നിന്ന് സരയൂ നദി കടന്ന് വടക്കൻ ഇന്ത്യയിൽ നിന്ന് തെക്കേ ഇന്ത്യയിലേക്ക് വന്ന് കിഷ്കിന്ധയൊക്കെ വന്ന് ഇവിടെ ശബരിമലയിൽ വന്നിട്ടാണ് ശ്രീലങ്കയ്ക്ക് പോയത്. അതിന് രേഖകൾ ഇപ്പോഴും ഉണ്ട്. ഇത് നടന്ന കഥയാണ്, ഇതിഹാസമാണ്. 24,000 ശ്ലോകങ്ങൾ വാൽമീകി എഴുതിയിരിക്കുന്ന ഇതിഹാസമാണത്. ആ ഇതിഹാസത്തിലാണെങ്കിൽ പോലും സത്യങ്ങൾ ഒളിച്ചിരിക്കുന്നതും പ്രത്യക്ഷീഭവിക്കുന്നതും നമ്മൾ കണ്ടില്ലെന്നടിക്കാൻ പാടില്ല. ശ്രീരാമൻ വന്നതാണ് ശബരിമലയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ശബരി പീഠത്തിന് അർഹിക്കുന്ന പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പലർക്കും അറിയില്ല അത്. അവർ വന്ന ഉടനെ ശബരി പീഠത്തിലൊരു നാളികേരം ഉടച്ചു, ചിലരെന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ കിട്ടു, കുറേ എരുമയിൽ നിന്ന് കിട്ടുന്ന ശരക്കോലും ഒക്കെ അവിടെ വയ്ക്കുന്നുണ്ട് ഒരുപാട് പേര്. എൻ്റെ ഒന്നും ആവശ്യമില്ല, അത് ശരം കുത്തിയിലല്ല വെക്കണ്ടേ, അവിടെ വയ്ക്കുന്നത് കാണാം. അത് പോട്ടെ. അപ്പോൾ അത് കടന്നിട്ട് പോകുമ്പം ശ്രീരാമൻ വന്നിരുന്ന സാക്ഷാൽ മതംഗ മഹർഷിയും കൂട്ടരും അവിടെ തപസ് ചെയ്തിരുന്ന സ്ഥലമാണ് മതംഗമല എന്ന് അറിയപ്പെട്ടിരുന്ന ശബരിമല. ഇപ്പോഴത്തെ നീലിമലയുടെ കയറ്റം പോയിട്ടുള്ളവർക്കറിയാം. നീലിമല കയറി ചെല്ലുമ്പോൾ ഉള്ള ഒരു പീഠഭൂമിയാണത്. ആ മതംഗമലയിൽ ശബരി എന്ന താപസി ശാപം കിട്ടിയതാണെന്ന് പറയുന്നു. ഗന്ധർവ കന്യകയായിരുന്നു. ഭർത്താവിൻ്റെ ശാപം മൂലം ശബരി കാട്ടാള സ്ത്രീയായിട്ട് ഈ ഋഷിമാരെ പൂജിക്കാനായിട്ട് ഇവിടെ വരികയും ഇവിടെ പൂജിച്ച് കഴിയും സ്വയം ഒരു താപസിയായിട്ട് മാറി. സത്സംഗം എന്ന് പറഞ്ഞാൽ അതാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സത്സംഗമായിരിക്കും ലോകത്തിലുണ്ടായ. മതംഗ മഹർഷിയും കൂട്ടരും ബ്രഹ്മധ്യാനത്തിൽ അവർ ബ്രഹ്മലോകം പോയി, അല്ലെങ്കിൽ സത്യലോകം, അവരുടെ പരമാത്മാവിൽ ലയിച്ചപ്പോൾ താപസിയായി ശബരി, അവരെക്കാൾ ശക്തിയുള്ളൊരു താപസിയായിട്ട് മാറി. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? അവതാരപുരുഷനായ ശ്രീരാമചന്ദ്രനെ നേരിൽ കാണുവാനും ഒപ്പം തൻ്റെ എച്ചിൽ കൊടുത്താണ് സ്വീകരിച്ചത്. പഴങ്ങളൊക്കെ ടേസ്റ്റ് നോക്കി നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് കൊടുത്തതെന്നാണ്. അത്രയും ആ ശബരിയുടെ ഭക്തിയുടെ നിഷ്കളങ്കത, നൈർമല്യം ഭഗവാൻ മനസ്സിലാക്കി. എന്നിട്ട് വഴി പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പമ്പ എന്നൊരു സരസുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ പമ്പ ബാലികേറ മലയുണ്ട് എന്നുള്ള വഴിയൊക്കെ ഡയറക്റ്റ് ചെയ്ത് ശബരിയാണ്. അപ്പം ഞാൻ പറഞ്ഞ രാമായണം ആ കാലഘട്ടത്തിൽ ശബരിമലയെ പറ്റി പരാമർശമുണ്ട്. അപ്പോൾ ത്രേതായുഗത്തിൽ ആദ്യപാദത്തിൽ സംഭവിച്ചതായിരിക്കണം ധർമ്മശാസ്താവിൻ്റെ ഉത്ഭവം. കാരണം ധർമ്മശാസ്താവിനെ പറ്റി
അയ്യപ്പനെ പറ്റിയും ഒരു പുരാണത്തിൽ നിങ്ങൾക്ക് കിട്ടൂല. ഒരു പുരാണത്തിൽ വ്യാസൻ 18 പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 18 പുരാണങ്ങളിലൊന്നും അയ്യപ്പനെ പറ്റി സൂചനകൾ ചിലതുണ്ടെന്നുള്ളതല്ലാതെ ശാസ്ത്രമെന്ന് ചില പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങളൊക്കെ വന്നിരിക്കുന്ന പലതും വിഷ്ണുവിനെ പറ്റിയൊക്കെയാണ്. അയ്യപ്പനായിട്ട് തന്നെ വന്നിട്ടില്ല, വരാൻ സാധ്യതയില്ല. കാരണം എന്താണ്? പുരാണങ്ങൾ എഴുതിയ വർഷം എന്നാണ്. ചിന്തിക്കൂ, പുരാണങ്ങൾ എഴുതിയത് 5000, 2000, 3000 വർഷം പുറകിലാണ്. അയ്യപ്പൻ്റെ ജനനം എന്നാണ് പറയാവോ? അയ്യപ്പൻ്റെ ജനനം 800 വർഷത്തിൽ കൂടുതലായിട്ടില്ല. 850 വർഷം നിങ്ങൾ എടുത്തോളൂ. 850 വർഷം ശങ്കരാചാര്യരുണ്ടായതിന് ശേഷമാണ്. അപ്പോൾ 850 വർഷത്തിന് ശേഷം ഉണ്ടായ അവതാര പുരുഷനും യോഗീശ്വരനുമാണ് അയ്യപ്പൻ. ആ അയ്യപ്പൻ കലികാല മൂർത്തിയാണ്, കലികാല കൺകണ്ട ദൈവമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്ര വലിയ അത്ഭുതമല്ലേ നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞില്ലേ, ഒരു സംസ്കൃത മന്ത്രവും ഒരു ധ്യാന ശ്ലോകവും ഒന്നുമല്ല, വെറും സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ആ നവാക്ഷരി മന്ത്രം എവിടെ ചെന്നാലും, ഏത് ഭാഷക്കാരനും, ഇംഗ്ലീഷുകാരനും, ഡച്ചുകാരനും, ഫ്രഞ്ചുകാരനും എവിടെ ചെന്നാലും നമുക്കവിടെ പറഞ്ഞാൽ അവർക്കറിയാം. ശബരിമലയെപ്പറ്റി അവർക്കറിയാം. ശബരിമലയെപ്പറ്റി അത്രയും ലോകത്ത് എറണാകുളം എന്ന് പറഞ്ഞാൽ അറിയില്ലായിരിക്കും, ചിലപ്പോൾ കോട്ടയം എന്ന് പറഞ്ഞാൽ അറിയില്ലായിരിക്കും, ശബരിമല എന്ന് പറഞ്ഞാൽ അറിയാൻ കഴിയും. അത്രയും പ്രശസ്തമാണ്. അപ്പോൾ ത്രേതായുഗത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ധർമ്മശാസ്താവിൻ്റെ ഉത്ഭവം കാരണം, ശ്രദ്ധിക്കണേ, തെറ്റുണ്ടെങ്കിൽ പറയണം. കാരണം പാലാഴി മഥനം നടന്നു എന്ന് സങ്കല്പിക്കപ്പെടുന്നുണ്ട്. പാലാഴി മഥനം കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടില്ലേ പാലാഴി മഥനം? കേൾക്കാത്തവരുണ്ടോ? കേൾക്കാത്തവരൊന്ന് കൈപൊക്കിക്കേ. ആരും കൈപൊക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം. പാലാഴി മഥനം നടന്ന കാലഘട്ടം ഏതാണ്ട് ഈ കൃതയുഗത്തിൻ്റെ അവസാനം, ത്രേതായുഗത്തിൻ്റെ ആദ്യമാണ്. ദേവന്മാരും, അത് കഥയൊക്കെ അറിയാമല്ലോ, കഥ പറയാൻ നമുക്ക് സമയമില്ല. ദേവന്മാരും അസുരന്മാരും തമ്മിൽ പാലാഴി മഥനം ഉണ്ടായി. പാലാഴി മഥിച്ചു, അവസാനം ഉത്ഭവിച്ചു. പാലാഴിയിൽ താന്നുപോയ ദേവവിഭവങ്ങളൊക്കെ കിട്ടി, അവർക്ക് യൗവനമൊക്കെ തിരിച്ച് കിട്ടി. അതിൽ തന്നെ അമൃത് കള്ളന്മാർ തട്ടിക്കും. അമൃതൻ ആരെടുത്തോണ്ട് പോയേ? അമൃത് ആരാ കൊണ്ടുപോയേ? അസുരന്മാർ കൊണ്ടുപോയി. കാരണം ഇവർ കല്യാണത്തിരക്കിലായിരുന്നു, മാരേജ് റിസപ്ഷൻ നടക്കുമായിരുന്നു അവിടെ. ആരുടെയാ? അല്ല, മോഹിനിയുടെ അല്ല, മോഹിനി അതിന് ശേഷം വന്നേ. വിഷ്ണുവിൻ്റെ ലക്ഷ്മിയുടെയും. ലക്ഷ്മി ദേവി ഉത്ഭവിച്ചു. പാലാഴി മംഗന്മാരാണ് താര, ലക്ഷ്മിയൊക്കെ. ശ്രീലക്ഷ്മി ഉത്ഭവിച്ചപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് മംഗല്യം ചാർത്തി. അപ്പോൾ അവിടെ ഒരു മാരേജ്, അതിൻ്റെ ബഹളത്തിനിടയ്ക്ക് എന്ത് ചെയ്തു? ധന്വന്തിരി ഉത്ഭവിച്ചു അമൃതമായിട്ട്. ആ അമൃതകുംഭം തട്ടിക്കൊണ്ടുപോയി അസുരന്മാർ. ഇപ്പോഴും അങ്ങനെയല്ലേ? വളരെ കഷ്ടപ്പെട്ട എല്ലാവരും എന്തെങ്കിലും കാര്യം ചെയ്താൽ അതിൻ്റെ ഗുണഭോക്താക്കൾ വേറെ ആൾക്കാരായിരിക്കും. അപ്പോൾ അന്നും ഇന്നുമൊക്കെ ഇതുണ്ട്. നമ്മൾ നോക്കി സൂക്ഷിച്ചും കണ്ട് ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അമൃതകുംഭം തട്ടിക്കൊണ്ട് പോയപ്പോൾ ആ അമൃതകുംഭം വീണ്ടെടുക്കുവാനായിട്ട് മഹാവിഷ്ണു എടുത്ത അവതാരമാണ് എന്ത്? മോഹിനി. ആ മോഹിനിയുടെ കഥയുമായിട്ട് ബന്ധപ്പെടുത്തി അമൃതകുംഭം അവിടെ ചെന്ന് വിളമ്പി കൊടുക്കുക, എല്ലാവരും കണ്ണടച്ചിരിക്കുക, എനിക്ക് നാണം വരുന്നു നിങ്ങളെയൊക്കെ കാണുമ്പോൾ. മോഹിനിയല്ലേ പറയുന്നത്. അവിടെ വീണു എല്ലാവരും. അസുരന്മാരൊക്കെ കണ്ണുടച്ചിരുന്നു. അമൃതം അവിടെ വെച്ചു. വിളമ്പി കൊടുക്കാമെന്നും പറഞ്ഞ് ഈ അവസാനം കണ്ണ് തുറക്കുന്നതിനെ കല്യാണം കഴിക്കാമെന്ന് കൂടെ പറഞ്ഞു. അതൊരു ബോണസാണ്. അതും സംഭവിച്ചു. അപ്പോൾ അമൃതം കുറേശ്ശെ ഇങ്ങനെ വിളമ്പി കൊടുക്കാമെന്നും പറഞ്ഞ് എല്ലാവരും കണ്ണുടച്ച് ഇങ്ങനെ കാത്തിരുന്നു. അവസാനം അമൃതം കണ്ടില്ല, മോഹിനിയും കണ്ടില്ല, പെണ്ണും പിടക്കോഴിയും ഒന്നുമില്ല ആ സ്ഥാനത്ത്, ആരുമില്ല. ഓടി. സിംഹികൻ പറഞ്ഞ അസുരം ബ്രാഹ്മണൻ്റെ വേഷം കെട്ടി ഓടിച്ചെന്നു. അപ്പോൾ ദേവന്മാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അമൃതത്തിൻ്റെ ഒരംശം വാങ്ങിച്ചു. അത് കഴുത്തിൽ വായിലേക്ക് ഇട്ടപ്പോഴത്തേക്കും വിഷ്ണു കണ്ടുപിടിച്ചു. സൂര്യേന്ദ്രന്മാർ കാവൽ നിൽക്കുക. അവർ ഒറ്റിക്കൊടുത്തു. ഞാൻ വളരെ പെട്ടെന്ന് പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കഥയാണല്ലോ. സൂര്യേന്ദ്രന്മാർ ഒറ്റിക്കൊടുത്തു. അപ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ സുദർശനം ചീറിപ്പാഞ്ഞ് ചെന്ന് ആ മിസൈലിൽ ചെന്ന് കഴുത്ത് രണ്ടാക്കി. അങ്ങനെ രാഹുവും കേതുവും ഉണ്ടായി, സൂര്യഗ്രഹണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കഥ. ആ സമയത്ത് ഈ മോഹിനിയുടെ വേഷം അത്രമാത്രം ഇത്രയും വലിയ ദുഷ്ടന്മാരായ അസുരന്മാർക്ക് ആകർഷകമായ രൂപം തന്നെ ധരിക്കണം തോന്നിയപ്പം പരമശിവന് ഈ ശാസ്താവിൻ്റെ ഉത്ഭവം കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ നാരദ മഹർഷി ചെന്ന് ആരെടുത്ത് ചെന്നു? പരമശിവനെ പിരികേറ്റി. സാക്ഷാൽ ലോകേശ്വരനോട് പറഞ്ഞു, മോഹിനി രൂപം ഒന്ന് കാണേണ്ടതാണ് കേട്ടോ, ഭയങ്കരമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, കണ്ടിട്ടില്ലല്ലോ അങ്ങ്, ഒന്ന് കാണണം എന്ന് പറഞ്ഞു. എന്തിനാ? ശാസ്താവിൻ്റെ എന്ന് പറഞ്ഞാൽ വൈഷ്ണവ ശൈവ ശക്തികൾ ഒന്നാവേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നതെന്ന് ഋഷീശ്വരന്മാർ മനസ്സിലാക്കും. നാരദർ ദേവർഷിയാണ്. ഈ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ചില ഏഷണിക്കാർ ചെയ്യില്ലേ വീട്ടിലൊക്കെ, അറിഞ്ഞില്ലേ അപ്പുറത്തെ അയലോകത്തോ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, പുതിയ കാറ് മേടിച്ചു, ഇവർക്ക് ഇവിടുന്ന് ഇത്രയും കാശൊക്കെ ഇവിടുന്ന ഇതിനൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ഇതൊക്കെ അന്നും കുറേശ്ശെ ഉണ്ട്. എന്തിനാ? ഇത്രയും വഷളായിട്ടില്ലെന്നേ ഉള്ളൂ.
അപ്പോൾ ഈ നാരദ മഹർഷിയുടെ പ്രേരണ കൊണ്ട് ശിവന് ഇരിക്കപ്പുറതിയില്ലാണ്ടായി. ശിവന് അതാണ് കാലത്തിൻ്റെ നിയോഗം. മോഹിനി രൂപം കാണണം എന്ന് പറഞ്ഞാൽ നേരെ എങ്ങോട്ട് പോയി? അപ്പം തന്നെ ഓട്ടോറിക്ഷ വിളിച്ചങ്ങോട്ട് പോയി. ഇവിടെ പോയി വൈകുണ്ഠത്തിലേക്ക് പോയി. വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനോട് പറഞ്ഞു, എനിക്ക് ആ ഫാൻസി ഡ്രസ്സ് ഒന്ന് കെട്ടിക്കാണണം, അത് കണ്ടാലേ ശരിയാവുള്ളൂ. അവസാനം നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഭഗവാൻ ആ വേഷം കെട്ടി രണ്ടുപേരും കൂടി ഒന്നായി. അപ്പോൾ ഉത്ഭവിച്ചതാണ് ധർമ്മശാസ്താവ്. ഈ ധർമ്മശാസ്താവ് ഒരു ശിശുവിനെ കൊടുത്തിട്ട് മോഹിനി അപ്രത്യക്ഷമായി. ഈ ശിശു ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും കീഴിൽ കൈലാസത്തിൽ വളർന്നു വന്നു. 3 മക്കളാണേ അവർക്ക്, ലോകപിതാവും ലോകമാതാവും. അവർക്ക് 3 മക്കൾ, സുബ്രഹ്മണ്യൻ, ഗണപതി, ധർമ്മശാസ്താവ് അല്ലെ ശാസ്താവ്. ഇത് കൈലാസത്തിൽ വളർന്നു വന്നു. സുബ്രഹ്മണ്യൻ അസ്ത്രവിദ്യകളും അയോധന വിദ്യകളും ഒക്കെ പഠിപ്പിച്ചു ശാസ്താവിനെ. ഗണപതി തത്വങ്ങളും തത്വപ്പൊരുളും വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിപ്പിച്ചു. അങ്ങനെ ശാസ്താവ് ഒരു പ്രഗത്ഭനായ ഈശ്വരനായിട്ട് അങ്ങനെ കഴിഞ്ഞു. ഇതെന്നാ സംഭവിച്ചത്? ഞാൻ എപ്പോഴാണ് പറഞ്ഞേ? മറന്നു പോരുത്. ഏത് കാലഘട്ടത്തിലാണ്? ത്രേതായുഗം. മറന്നുപോയോ? ത്രേതായുഗത്തിലാണെന്ന് ത്രേതായുഗം ഞാൻ പറഞ്ഞേ, ത്രേതായുഗത്തിൻ്റെ ആദ്യ കാലഘട്ടം. ഇതിങ്ങനെ ഇരിക്കെ ഈ മോഹിനി വേഷം പൂണ്ട് മഹിഷി വേഷം പൂണ്ട് മഹിഷിയുടെ ആവിർഭാവത്തിന് ഒരു കഥ പറയുന്നുണ്ട് പഴയ കാലം. അപ്പോൾ പഴയ കാലം തൊട്ട് തുടങ്ങിയതാണ് അയ്യപ്പൻ്റെ കഥകൾ. നമ്മൾ മനസ്സിലാക്കുന്നത് അയ്യപ്പൻ്റെ കാലം തൊട്ടാണ് മനസ്സിലാക്കുന്നെങ്കിലും ഈ കഥകളൊക്കെ ആരംഭിച്ചത് ഈ യുഗാബ്ദങ്ങൾക്ക് പുറകിലാണ്. അങ്ങനെ മഹിഷം, രംഭൻ, കരംഭൻ എന്ന് പറയുന്ന 2 അസുരന്മാർ, അത് രംഭനെ ഇന്ദ്രൻ വധിച്ചു. അപ്പോൾ ദേവന്മാരുടെ അസുരന്മാർക്ക് എന്നും വഴക്കാണ്. ആ വഴക്കിൻ്റെ പുറത്ത് വിരോധം ന്യായമായിട്ടും ആർക്ക് തോന്നും? കുട്ടികൾക്കും തോന്നും. അപ്പോൾ കരംഭൻ്റെ മകളായിട്ട് മഹിഷിയായിട്ടാണ് ആരാ അവതരിച്ചതെന്നറിയാമോ? ലീല എന്ന് പറയുന്ന ദത്താത്രേയൻ്റെ ഭാര്യ. ദത്താത്രേയൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അംശം കൊണ്ടുണ്ടായതാണ്. അതൊരു വലിയ കഥയാണ്, ആ കഥയിലേക്ക് നമുക്ക് പോകണ്ട. എന്തായാലും ഈ മഹിഷി അങ്ങനെ ഒരു വലിയ തപസ് ചെയ്തു. എന്തിനാണ്? തൻ്റെ ജ്യേഷ്ഠൻ്റെ മകനുണ്ട് മഹിഷൻ. ആ മഹിഷനെ കൊന്നത് ആരാ കൊന്നേ? സാക്ഷാൽ മഹാദേവി. മഹിഷാസുരമർദിനി അയ്യഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദനുതേ. കേട്ടിട്ടില്ലേ? ആ മഹിഷാസുരമർദിനിയായിട്ട് അവതരിച്ച് എല്ലാ ദേവാംശങ്ങളും ഉണ്ടായി, സർവ്വ ആയുധങ്ങളും കൊടുത്ത് ആ ദേവിയെ, ആദിപരാശക്തിയെ കൊണ്ട് മഹിഷനെ കൊല്ലിച്ചു, മഹിഷാസുരനെ വധിച്ചു. ഭീഷണിയാണ് ലോകത്തിന്. ഇടയ്ക്കിടയ്ക്ക് ഈ ബാലൻസ് ശരിയാവണം. കാരണം അധർമ്മം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം. നമ്മൾ ഈ അടുക്കളയിൽ ഈ അരിയുടെ പാത്രമൊക്കെ എടുക്കില്ലേ, റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? നിറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുലുക്കും. എന്തിനാണ് കുലുക്കുന്നത്? ഒന്ന് ലെവലാക്കാൻ, കുറച്ചുകൂടി ഇടാൻ പറ്റും, ഒരു 1/4 കിലോ അരിയും കൂടി ഇടാൻ പറ്റും. അതുപോലെ ഈ ലോകത്തിനൊരു കുലുക്കുണ്ട്. അതാണ് ഈ നമ്മുടെ അവതാരങ്ങളുണ്ടായി ലോകത്തിൻ്റെ ബാലൻസിങ് ശരിയാക്കുകയാണ്. അങ്ങനെ ശരിയാക്കിയിരുന്നപ്പോൾ ആ വൈരാഗ്യം കൂടി മഹിഷിക്കുണ്ടായി. ദേവന്മാരെയും മറ്റുള്ളവരെയൊക്കെ മുടിപ്പിച്ചിട്ട് തന്നെ കാര്യം. നമ്മുടെ ലോകത്ത് നമ്മൾ മാത്രമല്ല കേട്ടോ, ഇതിന് ഉപരിലോകങ്ങളുണ്ട്. ത്രിലോകം എന്നല്ലേ പറയുന്നേ. 14 ലോകം എന്ന് പറയാറില്ലേ? 7 ലോകങ്ങൾ ഏതാണ്? അതലം, വിതലം, സുതലം, രസാതലം, പാതാളം എന്ന് പറഞ്ഞാൽ താഴത്തേക്കുണ്ട്, മുകളിലേക്കുണ്ട്. സത്യലോകം, ജനലോകം, തപോലോകം എന്ന് പറഞ്ഞ് മുകളിലേക്കുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വസിക്കുന്ന യക്ഷന്മാരും കിന്നരന്മാരും കിംപുരുഷന്മാരും പലതരത്തിലുള്ള ദേവന്മാരും അസുരന്മാരും അങ്ങനെയുള്ള ലോകങ്ങളുള്ള ഉപരിലോകങ്ങൾ. അപ്പോൾ ഇവർക്കിത് കണ്ട് മഹിഷിക്ക് വൈരാഗ്യം കൂടിയതുകൊണ്ട് സ്വർഗ്ഗലോകം ആക്രമിച്ച് കീഴടക്കാൻ മഹിഷിയും പുറപ്പെട്ടു. ഇത് പഴയ കഥയാണ്. കൃതയുഗത്തിലോ അല്ലെങ്കിൽ ത്രേതായുഗത്തിലോ സംഭവിച്ച കഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പോൾ നമുക്ക് അയ്യപ്പനിലേക്ക് വരികയാണെങ്കിൽ, അയ്യപ്പൻ്റെ അവതാരം സംഭവിച്ചത് ഞാൻ പറയുന്ന 850 വർഷം ഏകദേശം. കാരണം എന്താണ് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാര്യം? 850 വർഷം അത് ധർമ്മശാസ്താവിൻ്റെ അവതാരമായിട്ട് അയ്യപ്പൻ്റെ അവതാരം സംഭവിച്ചു എന്നാണ്. ധർമ്മശാസ്താവിൻ്റെ അവതാരം. കാരണം അയ്യപ്പൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ശബരിമലയിൽ പോയി, അച്ഛനോട് പറയുന്നുണ്ട്, ആരോടാ? പന്തളം രാജാവിനോട് പറയുന്നുണ്ട്, ശബരിമലയിൽ പോയി മകരസംക്രമ നാളിൽ. പണ്ടൊക്കെ മകരസംക്രമത്തിന് മാത്രമേ നട തുറക്കുള്ളൂ. ഇപ്പോഴത്തെ പോലെ 5 ദിവസം ഉണ്ടായില്ല, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? 41 ഉണ്ടായിരുന്നില്ല. മകരസംക്രമ നാളിൽ മാത്രം. അന്നാണ് അവിടുത്തെ പ്രതിഷ്ഠാദിനം. അന്ന് മാത്രമേ നട തുറക്കുമായിരുന്നുള്ളൂ. കാരണം ഈ വനത്തിൽ കൂടെ പോകാൻ അത്ര എളുപ്പമൊന്നുമില്ല. എൻ്റെയൊക്കെ മുത്തച്ഛൻ പോയിട്ട് വരുമ്പം
കുറച്ച് ഉണക്കലരിയൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്, സഞ്ചി പിടിച്ചുകൊണ്ടാണ്, ഇരുമുടിക്കെട്ട് കൂടാതെ. പോകുന്ന വഴി നടന്നാണ് പോകുന്നത്, തൊടുപുഴയിൽ നിന്ന് നടക്കും. 3 ആഴ്ച 4 ആഴ്ച മിക്കവാറും മരിച്ചു പോയെന്ന് വിചാരിച്ചിരിക്കും. ശബരിമലയ്ക്ക് പണ്ടൊക്കെ ആൾ പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വരെ കരയും. കാരണം ആൾ പോയാൽ കടുവയും കാട്ടാനയും കരിമ്പുലിയൊക്കെ ഉള്ള സ്ഥലമാണ്. അവരൊക്കെ നല്ല ഫ്രണ്ട്സൊന്നുമല്ല. അവിടെ പോയി എന്തെങ്കിലും ചെറിയൊരു അബദ്ധം പറ്റിയാൽ നമ്മളറിയാതെയും തെറ്റ് പറ്റുമല്ലോ. പറ്റിക്കഴിഞ്ഞാൽ കടുവ പിടിച്ചു എന്ന് പറയും. അവനെ പുലി പിടിച്ചു, കടുവ പിടിച്ചു. അത്രയും അപകടം പിടിച്ച കാനനപാത, വഴി വെട്ടിത്തെളിച്ച് പോകണം. ഇന്നത്തെ പോലെ കോൺക്രീറ്റ് റോഡൊന്നുമില്ല, വെട്ടിത്തെളിച്ച് പോകണം. ഇതിലേ പോകണം, 10-100 കിലോമീറ്റർ നടക്കണം. കാരണം ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ശബരിമല തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരു കൊല്ലം നടന്നുപോയി, ഒരു 5-6 വർഷം മുമ്പ്. 100 കിലോമീറ്ററോളം നടക്കണം. കാലൊക്കെ പൊട്ടി നീരൊക്കെ വന്ന് വളരെ അവശനായിപ്പോയി. പക്ഷെ നമ്മുടെ ചെയ്യുമ്പോൾ നമുക്കുള്ള തൃപ്തി, വളരെ സന്തോഷവും തൃപ്തി അതൊരിക്കലും കിട്ടില്ല. അപ്പോൾ അതുപോലെ ഈ നടന്ന് ശബരിമലയിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. മകരസംക്രമ നാളിൽ മാത്രം അന്ന് ചെല്ലുകയുള്ളൂ. അത് എത്തിക്കഴിഞ്ഞാൽ ഭഗവാനെ തൊഴുത് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോഴും നടക്കണം. തിരിച്ചു വരുമ്പോൾ എന്നാൽ ഒരു ഓട്ടോ വിളിക്കാം, അല്ലെങ്കിൽ ടെമ്പോ കയറാമെന്ന് വെച്ചാൽ നടക്കില്ല. പമ്പേ വന്നാൽ വണ്ടി കിട്ടില്ല. അന്ന് പമ്പയിൽ ഇറങ്ങി വന്നാൽ വീണ്ടും നടക്കണം. ചാലക്കയം റോഡ് വന്നത് 64 മറ്റാന്ന് എൻ്റെ ഓർമ്മ. 64 ഇത്രേ ആയിട്ടുള്ളൂ, ചാലക്കയം പമ്പ വഴി. അതിനു മുമ്പ് കരിമല എരുമേലിയിൽ നിന്ന് നടക്കണം, 50 കിലോമീറ്റർ മറ്റേ ഉണ്ട്. ശബരിമല എത്തുമ്പോഴത്തേക്ക് 55 കിലോമീറ്റർ ആവും. അത് 5-6 ദിവസം എടുക്കും. എന്തായാലും ഈ മഹിഷിയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് ആ കാലം മാറിയിട്ട് കലിയുഗത്തിലേക്ക് നമ്മൾ വരണം. അപ്പോൾ കലിയുഗത്തിൽ 850 വർഷത്തോളമായിട്ടുള്ള അയ്യപ്പൻ്റെ അവതാരം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം പന്തളം രാജവംശം, അതിൻ്റെ ചരിത്രം എടുക്കുക. അതാണ് ഞാൻ പറഞ്ഞ ചരിത്രവും ഐതിഹ്യവും വാമൊഴിയും വരമൊഴിയും ഇതെല്ലാം കൂടിക്കുഴഞ്ഞ് കിടക്കുകയാണ്. ഇത് വേർതിരിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല. ഇനി വരാൻ പോകുന്ന ഈ യജ്ഞവേദിയിൽ തന്നെ ഒരുപാട് പ്രഭാഷണങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടും. ഞാൻ പറഞ്ഞ എന്നെപ്പോലെ ഞാനൊരു പ്രഭാഷണത്തിലൊരു ബാലനാണ്, പിച്ച വെച്ച് നടക്കുന്നയാളാണ്. വളരെ ഗംഭീരമായ പ്രഭാഷണങ്ങൾ വരാൻ പോവുകയാണ്. അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. പറ്റുമെങ്കിൽ ഒരു പേനയും ഒരു ചെറിയ ഒരു ലെറ്റർ പാഡും ഒരു പേനയും കൊണ്ട് വരിക. അത്യാവശ്യ കാര്യങ്ങൾ എഴുതിയെടുക്കുക. എന്നാലേ നമുക്ക് പഠിക്കുകയുള്ളൂ, ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. മനുഷ്യരെല്ലാവരും മറന്നുപോകും, ഞാനും മറന്നുപോകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്കൊരു ആശയത്തെളിച്ചം കിട്ടും. എങ്കിലും എൻ്റെ പരിമിതമായ അറിവ് വെച്ച്, പുസ്തകങ്ങൾ വായിച്ചും പ്രഭാഷണങ്ങൾ ശ്രവിച്ചും കിട്ടാവുന്ന അറിവുകൾ ശേഖരിച്ചും പല മഹാന്മാരുമായിട്ട് സംസാരിച്ചും കിട്ടിയ അറിവ് വെച്ച് ഞാൻ പറയുകയാണ് എൻ്റെ അറിവ്. ഈ 850 വർഷമായുള്ള പന്തളം, ഈ പന്തളം എന്ന് പറയുന്നത് 12 ദളം, 12 കരയായിരുന്നു എന്നാണ്. ഈ പന്തളത്ത് വരുന്നതിന് മുമ്പ് ഇവരെവിടെയായിരുന്നു? കോന്നിയിൽ 100 വർഷം താമസിച്ചു, 2 തലമുറയെങ്കിലും. കോന്നി എന്ന് പറയുന്ന പ്രദേശത്ത്, ഇവിടെ അടുത്ത് തന്നെയാണ്. അതിനു മുമ്പ് എവിടെയായിരുന്നു? വള്ളിയൂർ എന്ന് പറയുന്ന തമിഴ്നാട്ടിനടുത്തുള്ള, മധുരയ്ക്കടുത്തുള്ള വള്ളിയൂർ താമസിച്ചു. ഇവരുടെ ഒറിജിൻ എന്ന് പറയുന്ന പാണ്ഡ്യനാടാണ്. അതുകൊണ്ടാണ് അയ്യപ്പനെ പാണ്ഡ്യനാടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശരണം വിളിക്കുന്നത്, ഇല്ലേ? പാണ്ഡ്യ മലയാളം വാഴുന്ന ഭഗവാനെ എന്ന് പറയുന്നത്. പാണ്ഡ്യനാട്ടിൽ അയ്യപ്പൻ സഞ്ചരിച്ചിരുന്നു. ഈഴവത്ത് പോയിരുന്നു. ഈഴം എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക. ശ്രീലങ്കയിൽ അയ്യപ്പൻ പോയിരുന്നു. അതുപോലെ തന്നെ മലബാറിൽ പോയിരുന്നു. ഈ നാടിൻ്റെ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്ന ബുധനെ പോലുള്ള കൊള്ളക്കാരെ തകർക്കാനും അമർച്ച ചെയ്യുവാനും ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം ചെയ്യുന്നതിനായിട്ട് അയ്യപ്പൻ ഒരുപാട് സംഭവങ്ങൾ കോർത്തിണക്കി, എല്ലാവരെയും കോർത്തിണക്കി ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ധർമ്മശാസ്താവിൻ്റെ അവതാരമൂർത്തിയാണ് അയ്യപ്പൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പന്തളം രാജവംശം അവിടുന്ന് മധുരയിൽ നിന്ന് വന്ന് ഈ സഖ്യൻ കടന്ന് ഇവിടെ വന്ന് താമസമാക്കിയൊരു കോയിക്കലാണ് പന്തളം എന്ന് പറഞ്ഞാൽ. കൊട്ടാരമല്ല, വലിയൊരു കൊട്ടാരവും. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, അല്ല തിരുവനന്തപുരം കൊട്ടാരം, നിങ്ങൾ രാജാവിൻ്റെ കൊട്ടാരമില്ലേ, മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരം, അതുപോലെ തക്കല പാലസ്, ആ പാലസുകളൊക്കെ നോക്കുമ്പോൾ വലിയ കൊട്ടാരങ്ങൾ. ഇത് അത്രയും വലിയ കൊട്ടാരമല്ല. അച്ചൻകോവിലാറിൻ്റെ തീരത്തുള്ള ഒരു ചെറിയ കോയിക്കലാണ്. എന്നാൽ കൊട്ടാരം എന്ന് തന്നെ നമുക്ക് പറയാം. അയ്യപ്പൻ ജനിച്ച് വളർന്ന സ്ഥലമാണത്. കാരണം അയ്യപ്പൻ ജനിച്ചില്ലെങ്കിലും വളർന്നത് അവിടെയാണ്. അയ്യപ്പനെ കണ്ടത് എവിടെയാണ്? പമ്പാ നദി തീരത്താണ്. ആ അയ്യപ്പനെ കണ്ടുമുട്ടിയത് ഏതായാലും പന്തളം രാജാവാണല്ലോ, രാജശേഖരൻ എന്ന് പറയുന്ന രാജാവാണല്ലോ. അവരുടെ തലമുറ പോന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന്, പാണ്ഡ്യനാട്ടിൽ നിന്ന്, മധുര പാണ്ഡ്യവംശത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് എത്ര വർഷമായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ തെളിവ്. അത് ഏതാണ്ട് 850, 1000 താഴെ, 850, 900 വർഷം പരമാവധി. കൊല്ലവർഷ ആരംഭത്തിലാണ്. അപ്പോൾ ആ കൊല്ലവർഷ ആരംഭത്തിൽ ഇവിടെ വന്ന ഈ പല സ്ഥലത്തും അന്നൊക്കെ നമ്മുടെ നാട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഭാവന കൊണ്ട് നമുക്ക് പുറകോട്ട് പോകാൻ കഴിയും. നമ്മുടെ ഭാവനയും അറിവ് ഉപയോഗിച്ച് പുറകോട്ട് കാലഘട്ടത്തിന്, അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ.
ആ ഭാവന വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും. നാട്ടിൽ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഭരണ സംവിധാനമില്ല. രാജാക്കന്മാർ പൊതുവെ ദുർബലന്മാരാണ്. നമ്മൾ ബാഹുബലി സിനിമ കണ്ട പോലെ എല്ലാവരും വലിയ വലിയ രാജാക്കന്മാർ ഭയങ്കര യുദ്ധവീരന്മാരൊന്നുമല്ല. കൊള്ളക്കാരുടെ ബഹളമാണ്. നമുക്ക് ഒരു സമാധാനമായിട്ട് വീട്ടിൽ ഇരുന്ന് സീരിയൽ കാണാനൊന്നും പറ്റില്ല. അത്ര ഗംഭീരമായി വീട്ടിൽ സമാധാനമായിട്ട് ഒരു നേരം ഇരിക്കാൻ പറ്റില്ല. അന്ന് കൊള്ളയടിക്കുന്ന എന്താണ്? സ്ത്രീകളെ കൊള്ളയടിച്ചുകൊണ്ട് പോകും, സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകും. സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയാൽ 2-3 കാര്യങ്ങളുണ്ട്. വീട്ടിലെ പണിയൊക്കെ ചെയ്യിക്കാം, കഴുത്തിൽ എന്തെങ്കിലും ഒരു സ്വർണം കാണും, അപ്പോൾ പൊന്ന് കിട്ടും, പിന്നെ പണി ചെയ്യിക്കാം, പിന്നെ ഭാര്യമാരാക്കാം. അങ്ങനെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പിന്നെ ധാന്യപ്പുരകൾ കൊള്ളയടിക്കും. അന്നൊക്കെ നെൽകൃഷിയും അങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറവാണ്. എന്തൊക്കെ ഭക്ഷ്യസാധനങ്ങളുണ്ട് അതും കൊള്ളയടിച്ചുകൊണ്ട് പോകും. തീവട്ടിക്കൊള്ളാമെന്നാണ് പറയുന്നത്. രാത്രിയാണ് വരുന്നത്. ഈ കൊള്ളക്കാരുടെ ശല്യം കൊണ്ട് ഇരിക്കപ്പുറതി ഇല്ലാത്തൊരു കാലഘട്ടമാണെന്ന് കൂടി ആലോചിക്കണം. മനുഷ്യന് സമാധാനം എന്ന് പറയുന്ന ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ അധർമ്മം പെരുകിയപ്പോഴാണ് അവതാരമുണ്ടായത്. ആരുടെ? ശാസ്താവിൻ്റെ അവതാരമായ അയ്യപ്പനുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, പന്തളം രാജവംശം നാട്ടിൽ വന്നിട്ട് ഏതാണ്ട് ഈ കാലഘട്ടത്തെ ആയിട്ടുള്ളൂ. അത് കലിയുഗമാണ്, നമുക്ക് കാണാവുന്ന കാലഘട്ടമാണ്. നമുക്ക് നേരിൽ നോക്കിയാൽ കാണാം. ഒന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ കാണാം ഈ കാലഘട്ടം അത്ര അടുത്താണ്. നമ്മൾ മുഗളന്മാരുടെ ചരിത്രമൊക്കെ പഠിക്കുന്നില്ലേ പുസ്തകത്തിൽ? മുഗളന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത് ഇത്ര വർഷം പുറകില്ല, 500 വർഷം മുമ്പൊക്കെ ബാബർ വന്നു എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇതതിലും ഒന്നുകൂടി പുറകോട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. അങ്ങനെ അയ്യപ്പനെ കണ്ടെത്തുന്നത് പന്തളം രാജാവായ രാജശേഖരനാണ്. ഈ രാജശേഖരന് ഒരു പൂർവ്വജന്മം ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണത്? രാജശേഖര മഹർഷിയായിട്ട് ഇതുപോലെ ത്രേതായുഗത്തിലോ അല്ലെ അതിനു മുമ്പ് ഒരു കാലഘട്ടത്തിലോ ജീവിച്ചിരുന്ന ആ രാജശേഖര മഹർഷി ഏറ്റവും വലിയ മോക്ഷം കിട്ടാനുള്ള മാർഗം എന്താണെന്നറിയാവോ? ഈശ്വരനെ, ഏതെങ്കിലും ഇഷ്ടേശ്വരനെ തൻ്റെ മകനായിട്ട് പിറക്കാൻ അപേക്ഷിക്കുക. അങ്ങനെ മകനായിട്ട് ജനിച്ചാൽ മോക്ഷം കിട്ടുന്നതാണ്. ഒരുപാട് ഉദാഹരണം. കശ്യപൻ, അതിഥി, അവരുടെ മക്കളുണ്ടായത് ആരാ? കശ്യപൻ്റെ അതിഥിയുടെ മകൻ വാമനാവതാരം ഉണ്ടായത്. അതുപോലെ തന്നെ സുതപസ്, അതുപോലെ വസുദേവരുടെ മകനാണല്ലോ വാസുദേവ കൃഷ്ണൻ. അപ്പോൾ ഇങ്ങനെ അവതാരങ്ങളുണ്ടാവുക. അച്ഛൻ മകനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഒരു മോക്ഷത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ ലക്ഷ്യമാണ്. അങ്ങനെ രാജശേഖര മഹർഷിയുടെ ഒരു പ്രാർത്ഥന ശാസ്താവിനോടുണ്ടായിരുന്നു, അയ്യപ്പനോടല്ല, ശാസ്താവിനോട് അന്നുണ്ടായിരുന്നു. എന്താണ് പ്രാർത്ഥിച്ചത്? എനിക്ക് മകനായിട്ട് ജനിച്ച് എനിക്ക് മോക്ഷം തരണേ. പല ആഗ്രഹങ്ങളാണല്ലോ മനുഷ്യന്. ഭക്തിയുടെ മാർഗത്തിൽ പലതരം ഭക്തി ഉള്ളതുപോലെ, നവതാഭക്തി ഉള്ളതുപോലെ പലതരം ആഗ്രഹങ്ങൾ. അങ്ങനെ മോക്ഷത്തിന് വേണ്ടി അയച്ചു. അങ്ങനെ വന്നപ്പോൾ രാജശേഖര മഹർഷിക്ക് പല ജന്മങ്ങളുണ്ട്. അതിനടുത്ത ജന്മങ്ങളിൽ ജയന്തൻ എന്ന് പറയുന്ന ശബരിമലയായിട്ട് ബന്ധപ്പെട്ട വേറൊരു കഥയുണ്ട്. അത് വിശദീകരിക്കാൻ സമയമില്ല, അങ്ങോട്ട് പോകുന്നില്ല. ഏതായാലും അങ്ങനെയൊരു ജന്മം ഉണ്ടായി. അതിനുശേഷം ഉണ്ടായ ജന്മമാണ് പന്തളം രാജശേഖരനായിട്ട്, പന്തളം രാജാവായിട്ട്. ആ ജന്മത്തിലാണ് അയ്യപ്പനെ പമ്പാ തീരത്ത് വെച്ച് കാണുന്നത്. പരമശിവൻ കഴുത്തിലണിയിച്ച നീലരത്നം, അതാണ് നീലം. മണി എന്ന് പറഞ്ഞാൽ രത്നം എന്നാണ് സംസ്കൃതത്തിൽ, അല്ലാതെ അടിക്കണ മണിയല്ല. അമ്പലത്തിലൊക്കെ അടിക്കണ മണിയല്ല കേട്ടോ, അങ്ങനെയാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു നീലരത്നം കഴുത്തിൽ, വേറെ ആഭരണമൊന്നുമില്ല. പമ്പാ തീരത്ത് വെച്ച് ആ ശിശുവിനെ കണ്ടുമുട്ടി. ആ ശിശുവിനെ കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന രാജശേഖരൻ എടുത്തു വളർത്തി. അതുകൊണ്ട് ആ പാട്ടിലൊക്കെ ഉള്ള പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി പടി 18 കെട്ടി 18ാം പടി കെട്ടി. നല്ല സുന്ദരമായ ആ വരികളിലൂടെ കഥകളാണ്. പല പാട്ടുകളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വരികളിലെ സാങ്കത്യം മനസ്സിലാക്കണം. അതിലൂടെയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും. അത് പഠിപ്പിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ. നമ്മുടെ അറിവെന്തിന് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ഉള്ള സംസ്കാരമാണ്. അടുത്ത തലമുറയ്ക്ക് ഒരു 3-4 കോടി സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മയ്ക്കോ സംതൃപ്തി ഉണ്ടാവില്ല. കാരണം എന്താണ്? ഒരൊറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കും അടുത്ത തലമുറ. നമ്മൾ കൊടുക്കുന്ന സംസ്കാരമാണ് വലുത്. ആ സംസ്കാരം എത്രയോ തലമുറയോളം നീണ്ടു നിൽക്കും. അവൻ അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, കുട്ടികൾ, ഇപ്പോൾ ഈ വേദികളിൽ തന്നെ കുട്ടികൾ കുറവാണ്, അല്ലെങ്കിൽ ടീനേജേഴ്സ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അവരും കൂടെ വരേണ്ടതാണ്. അവർ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം അവരാണ് മുമ്പോട്ടുള്ള ജീവിതം, അവരുടെ കയ്യിലാണ് നാടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ സംസ്കാരം പകരാൻ നമ്മൾ വീട്ടിലുള്ള കുട്ടികളെ കൂടെ ഇനിയുള്ള ദിവസങ്ങളിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം.
പരീക്ഷയാണെന്ന് പറഞ്ഞു. ഏതായാലും അല്ല, പരീക്ഷ പഠിക്കണം, അത് വേറെ കാര്യം. പരീക്ഷ ഇല്ലാത്ത സമയത്ത് വൈകുന്നേരം വരാം, ഇല്ലേ? വരുന്നുണ്ട്. പരീക്ഷയില്ലാത്ത സമയത്ത് വരാം, വൈകുന്നേരങ്ങളിൽ വരാം. സുരേഷ് ഗോപി ഉള്ളതുകൊണ്ട് എന്തായാലും പരീക്ഷ ഉണ്ടെങ്കിലും വരുമെന്ന് എനിക്കറിയാം. ഇന്നലെ വന്നിരുന്നു എന്ന് പറഞ്ഞു. സുരേഷ് ഗോപി ഞാനും കൂടെ ഒരുമിച്ച് ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ഒരു സിനിമയിൽ 1-2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ രസകരമാണത്. അപ്പോൾ കുട്ടികളെ കഴിയുന്നതും പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് മതി, പഠിത്തം കളയരുത്. അവനവനെ പ്രബുദ്ധരാക്കുന്നതാണ് പഠിത്തം. ഒപ്പം നമുക്ക് വേണ്ടത് ആത്മീയ വിദ്യാഭ്യാസമാണ്. നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന ഭക്ഷണമാണ്. ശരീരത്തിൻ്റെ പ്രവർത്തിക്കാൻ വേണ്ട ഊർജം ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നു. ആത്മാവിന് വേണ്ട ഊർജം എവിടെ നിന്ന് കിട്ടും? ആത്മാവിന് വേണ്ട ഊർജം കിട്ടുന്നത് ആധ്യാത്മിക പ്രഭാഷണത്തിൽ നിന്ന്, നമുക്ക് സ്പിരിച്വൽ ടോക്സിൽ നിന്ന്, അല്ലെങ്കിൽ പുരാണങ്ങളിൽ നിന്ന്, ഉപനിഷത്തുകളിൽ നിന്ന്, ഭഗവത്ഗീതയിൽ നിന്ന്, നാരായണീയത്തിൽ നിന്ന്, പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ നിന്ന് ഒക്കെ ധാരാളം കിട്ടുന്നുണ്ട്. അതും കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അയ്യപ്പൻ്റെ ചരിത്രത്തിലേക്ക് വരാം. അയ്യപ്പനുണ്ടായത് പന്തളം കൊട്ടാരത്തിലെ രാജാവിൻ്റെ വനത്തിൽ വെച്ചുള്ള ആ കാഴ്ചയിലൂടെ നമുക്കറിയാവുള്ളൂ. ശിശുവായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. ഈ ശിശു അവിടെ വരാൻ കാരണം എന്താണ്? ധർമ്മശാസ്താവിൻ്റെ അവതാരമാണ്, നമുക്കറിയാം, സത്യമാണ്. ധർമ്മശാസ്താവിൻ്റെ അവതാരമായിട്ട് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് അയ്യപ്പൻ ഉദയം ചെയ്തു. കഴുത്തിലെ ആ മണിയാണ് നീലരത്നം, അതുകൊണ്ട് മണികണ്ഠൻ എന്ന് വിളിച്ചു. ഈ കൊടുങ്കാട്ടിൽ, ഇത്രയും വലിയ കൊടുങ്കാട്ടിൽ, പന്തളം രാജ വേട്ടയ്ക്ക് വന്ന കേട്ടോ, അല്ല കുട്ടിയെ കിട്ടുമെന്ന് വിചാരിച്ച് വന്നതൊന്നുമല്ല. കാട്ടുമൃഗങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഉന്മൂലനം ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിലിറങ്ങും. ഇപ്പം നാട്ടിൽ പുലി ഇറങ്ങുന്ന വാർത്തകൾ എപ്പോഴും വരുന്നുണ്ട്. അത് കാട്ടിൽ പെറ്റുപെരുകി കഴിയുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങും. അപ്പം നാട്ടിലെ ജനങ്ങളുടെ രക്ഷ രാജാവിൻ്റെ നിക്ഷിപ്തമാണ്. അപ്പോൾ രാജാവ് വേട്ടയാടി ഇതുങ്ങളെ നശിപ്പിച്ച് ഓരോ അതിർത്തികളിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് അങ്ങനെ നിർത്തും. അങ്ങനെ ഒരിക്കൽ വേട്ടയ്ക്ക് പോയപ്പോഴാണ് പന്തളത്ത് വേട്ട ചെയ്ത് ക്ഷീണിച്ചപ്പം പന്തളത്തു നിന്ന് പുറപ്പെട്ട സൈന്യം മാറി നിന്നപ്പോൾ രാജാവ് എന്ത് ചെയ്തു? വിശ്രമിക്കാൻ വേണ്ടി പമ്പാ തീരത്ത് കുറച്ച് നേരം ഒരു പാറയുടെ തണലിൽ അവിടെ ഇരുന്നു. നമ്മുടെ പമ്പയുടെ തീരത്ത് ആ ഇരുന്ന സമയത്താണ് ശിശുവിൻ്റെ കരച്ചിൽ കേട്ടത്. ഇത് 2 കഥയുണ്ട്, 2 വേർഷനുണ്ട്. ഐതിഹ്യമാല മറ്റൊരു കാര്യം പറയുന്നുണ്ട്. നായാടിക്കൊണ്ടിരുന്ന അതിസുന്ദരനായ ബാലകൻ, മിടുമിടുക്കനായൊരു ടീനേജ് കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അത്രയും സുന്ദരനായ മിടുക്കനായ ഒരു ബാലകനെ കണ്ടുമുട്ടി. രാജാവ് അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി പുത്രനായിട്ട് വളർത്തി എന്നൊരു കഥ ഐതിഹ്യമാലയിലുമുണ്ട്. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്.
ജയവിജയന്മാർ രണ്ടുപേരും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ യേശുദാസും അതുപോലെ ജയചന്ദ്രൻ, എല്ലാവരും, രവീന്ദ്രൻ മാസ്റ്റർ, എല്ലാവരും. ജയവിജയന്മാരുടെ ഒരു പഴയ പാട്ട് വളരെ വീട്ടിൽ നമ്മൾ നാം ജപിക്കുന്ന പോലെ വളരെ ലളിതമായൊരു അർത്ഥനയാണ്. ഞങ്ങൾക്ക് നല്ലത് വരുത്തണേ ഭഗവാനെ, വളരെ സിമ്പിളായിട്ടുള്ള ആ ഒരു ഗാനം അടുത്തതായിട്ട്
സ്വാമിയേ. കലിയുഗവരദനേ. അപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കഠിനമായ മലയാത്ര, ആ യാത്രയ്ക്ക് തീർച്ചയായിട്ടും അയ്യപ്പൻ്റെ അനുഗ്രഹം വേണം. നമുക്കറിയാം, ചെറുപ്പക്കാർ പോലും നീലിമല കയറുമ്പോൾ, കരിമലയൊന്നും അല്ല കേട്ടോ, കരിമല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭഗവാൻ അയ്യപ്പൻ പോയ മാർഗമാണ്. 4-5 പ്രാവശ്യം ഞാനതിൽ പോയതാണ്. ഇതിൽ പോയവർ ധാരാളം പേര് കാണും. തിരുവാഭരണ ഘോഷയാത്രയുടെ കൂടെയല്ല, എരുമേലിയിൽ നിന്നുള്ള പേട്ട കെട്ടിയുള്ള യാത്ര. അതെന്താണ് അങ്ങനെ പോകാൻ കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ കഠിനമായ യാത്രയിൽ ഒന്നു തുണയിട്ടൊരു വരം മമ തെളിഞ്ഞു, കത്തരുൾക ശബരിമലയാണ്ട നിലവയ്യ ശരണം. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ശരണം, വേറെ രക്ഷയില്ല. ആ പാദങ്ങൾ മാത്രം അല്ലേ, ആ പാദങ്ങളാണ് എനിക്ക് ശരണം. അയ്യപ്പ കലിയുഗ വരദനെ, കലിയുഗ ദൈവം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ധർമ്മശാസ്താവിൻ്റെ ആ പൂർവ്വ വിഗ്രഹത്തിൽ അത് പ്രതിഷ്ഠിച്ചത് പരശുരാമനാണെന്നാണ്. ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ പ്രതിഷ്ഠിച്ച കേരളക്കരയുടെ രക്ഷയ്ക്ക്. കാരണം കേരളം പരശുരാമനാണല്ലോ വീണ്ടെടുത്തത്. മഴുവെറിഞ്ഞു വീണ്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പോട്ടെ, അതിലെ ശാസ്ത്രീയത നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. പക്ഷേ അന്ന് പൊങ്ങി വന്നു. നമുക്കറിയാം, ചില കരകൾ ഇപ്പോൾ കൊച്ചിൻ പൊങ്ങി വന്നാണ്. കൊച്ചി 1564 വെള്ളപ്പൊക്കത്തിന് അവിടെ മുസരിസ്, അതായത് കൊടുങ്ങല്ലൂർ പോർട്ട് നശിച്ചു. അത് ചരിത്രമാണ്, വസ്തുതയാണ്. കൊച്ചിൻ പൊങ്ങി വന്നു. അങ്ങനെ കൊച്ചിനിൽ പൊങ്ങി വന്ന പുതുവൈപ്പെന്നൊരു സ്ഥലം, വൈപ്പെന്ന് പറഞ്ഞാൽ കടല കൊണ്ട് വെച്ചത്, പുതുവൈപ്പെന്നൊരു സ്ഥലം തന്നെ ഞങ്ങളുടെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. അങ്ങനെ വന്ന ഭൂപ്രളയത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതൊക്കെ സംഭവിച്ച ഒരു കാലഘട്ടം. ഇത് പലതും ഈശ്വരാധീനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എങ്ങനെ വരുന്നു പറയാൻ പറ്റില്ല. നമുക്കൊരൊറ്റ വഴിയേ ഉള്ളൂ, സ്വാമി ശരണമയ്യപ്പ. ഈ ദിങ്മന്ത്രം ഈ അന്തരീക്ഷത്തിൽ നമ്മൾ മടികൂടാതെ ജപിക്കേണ്ടത്. നമ്മൾ ജപിക്കുന്ന 3 തരത്തിലാണ്. സ്ത്രീകൾക്കൊക്കെ അശുദ്ധിയുള്ളപ്പം മനസ്സുകൊണ്ട് ജപിക്കാം. മാനസം, വാചികം, ഉപാംശു. വാചികം എന്ന് പറഞ്ഞാൽ ഉറക്കെ ജപിക്കുക. ചില മന്ത്രങ്ങളൊക്കെ ഉറക്കെ ജപിക്കണം. ഉദാഹരണം ഈ അയ്യപ്പ ശരണം തന്നെ ഉറക്കെ ജപിക്കാം. അതുപോലെ വാചികം, അതാണ് ഉറക്കെ. മാനസം, മനസ്സുകൊണ്ട്, ശരീരത്തിന് ശുദ്ധിയില്ലാത്തപ്പോൾ മനസ്സുകൊണ്ട് ജപിക്കാം. വീട്ടിലാണെങ്കിലും ആചരിക്കാം, മനസ്സുകൊണ്ട് ജപിക്കാം. ഉപാംശു, ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ ജപിക്കേണ്ടത് ഉപാംശുവാണ്. തനിക്ക് മാത്രം കേൾക്കത്തക്ക രീതിയിൽ ജപിക്കുന്നതാണ് ഉപാംശു. വേറൊരാൾക്ക് ശല്യമാവരുത്. നമ്മുടെ ജപം, നമ്മുടെ പ്രാർത്ഥനയും, എൻ്റെ ഭഗവാനെ എനിക്ക് ദോഷമൊന്നും വരുത്തല്ലേ എന്നും പറഞ്ഞ് ഉറക്കുന്ന അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അടുത്ത ആൾക്കൊരു ശല്യമാവരുത്. അതുകൊണ്ട് ഉപാംശു, തനിക്ക് മാത്രം കേൾക്കത്തക്ക രീതിയിൽ മന്ത്രങ്ങൾ ജപിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ 3 തരത്തിലാണ് ജപിക്കേണ്ടത്. ഇവിടെ ശരണം വിളി വാചികമാണ്, ഉറക്കെ ജപിക്കണം, ഉറക്കെ ജപിക്കേണ്ടതാണ്. കാരണം സാഹചര്യമനുസരിച്ചാണ്. മന്ത്രത്തിൻ്റെ ശക്തിയുണ്ട്, അത് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കും. ഇവിടെ ഇപ്പോൾ ഈശ്വര ചൈതന്യം വന്നു വിളക്ക് കൊളുത്തിയപ്പോൾ. ഈശ്വര ചൈതന്യം, ലോകം ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യം നമ്മളിവിടെ ആവാഹിച്ചു വരുത്തുകയാണ്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്തേന തെക്തേന ഭുഞ്ചീത, ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നു. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈശ്വരനെ നമ്മൾ അമ്പലത്തിലേക്ക്, ഇവിടെ ഇപ്പം അയ്യപ്പക്ഷേത്രം പണിത് ഇങ്ങോട്ട് ആവാഹിച്ച് ഇവിടെ ഇരുത്തി അല്ലേ. നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ, അതുപോലെ ആമുഖപ്രസംഗം പറഞ്ഞ പോലെ, അധ്യക്ഷൻ പറഞ്ഞ പോലെയൊക്കെ ഇവിടെ ഈശ്വര ചൈതന്യം അയ്യപ്പൻ്റെ രൂപത്തിൽ ശബരിമലയിൽ എന്ത് നടക്കുന്നു അത് തന്നെ ഇവിടെ ദൃശ്യവൽക്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതേ ഈശ്വരീയ ചൈതന്യം ഇവിടെ ഉണ്ടാവും. എവിടെ വിളക്കൊളുത്തുന്നു, വീട്ടിൽ നമ്മൾ വിളക്കൊളുത്തി ആചരിക്കുമ്പോഴേ ഈശ്വര ചൈതന്യത്തെയാണ് നമ്മൾ വരവേൽക്കുന്നത്. അവിടെ ഒരു ഡിസിപ്ലിൻ വേണം നമുക്ക്. ആ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. വിളക്ക് കെടുത്തുമ്പോൾ പോലും നമ്മൾ അനുവാദം ചോദിച്ചിട്ട് കെടുത്താവുള്ളൂ. വീട്ടിലാണെങ്കിലും പതുക്കെ ഒന്ന് വിളക്ക് അനക്കി വയ്ക്കുക. അപ്പോൾ ഒരു സൂചന കിട്ടും, അവർക്ക് മാറി നിൽക്കാം. നിങ്ങൾ വിളക്ക് പതുക്കെ തുണി കൊണ്ടോ വല്ലതും പതുക്കെ കെടുത്തുക, ഊതിക്കെടുത്തരുത്, തുപ്പൽ തെറിക്കരുത്. അങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കഠിനമായ വ്രതം നോറ്റ് പോകുന്ന ചെറുപ്പക്കാർ പോലും മരിച്ചു വീഴുന്നു. ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാൾ, വളരെ പ്രായം കുറഞ്ഞ ഒരാൾ നീലിമല കയറിയപ്പോൾ പറ്റുന്നില്ല അവർക്ക്. അതെന്താ കാരണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ശരണം വിളിക്കുക, വാചികമായിട്ട് ഉറക്കെ ജപിക്കേണ്ട ഒരു മന്ത്രമാണ് അയ്യപ്പൻ്റെ ശരണം വിളി. അതേസമയം ഹരിവരാസനം വളരെ ശാന്തമായിട്ട് കേൾക്കേണ്ടതാണ്.
ആ കഠിനമായ യാത്ര എരുമേലിയിൽ നിന്ന് ആരംഭിച്ച് ഇഞ്ചിപ്പാറക്കോട്ട, കരിമലക്കോട്ട, അതിനുമുമ്പ് അഴുത, കാളകെട്ടി, ഇങ്ങനെ ഐതിഹ്യപ്രധാനമായ സ്ഥലങ്ങൾ കടന്നാണ് പോകുന്നത്. മുക്കുഴി, അത് കഴിഞ്ഞ് കരിമല കയറ്റം, കരിമല ഇറക്കം, അങ്ങനെയൊക്കെ പാട്ട് കേട്ടിട്ടില്ലേ? കരിമല കയറ്റം കഠിനണ്ടായിപ്പാന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിലെല്ലാം ഉണ്ട്. വീരമണിയുടെ പാട്ടുണ്ടല്ലോ, ഇരുമുടി താങ്കി, ഞങ്ങളെല്ലാ വേദികളിലും പാടാറുള്ള ഇരുമുടി താങ്കി. നല്ല അതിനകത്ത് എല്ലായിടത്തും അയ്യപ്പൻ പോയ വഴി തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങി കരിമല ഇറക്കം, വലിയാനവട്ടം, ചെറിയാനവട്ടം, പമ്പയിൽ നിന്ന് വീണ്ടും നീലിമല കയറ്റം. ആ നീലിമല കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പ്രകാശനം ചെയ്തു, അയ്യപ്പൻ്റെ ഗാനം. അതിലൊരു സുഹൃത്ത് എഴുതിയ വരികൾ എന്നെ കേൾപ്പിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഞാൻ സൂചിപ്പിച്ചു, അത് ഒരു ചെറിയ പെശകുണ്ട്. കാരണം പമ്പയിൽ കുളിച്ച് കരിമല കയറി നീലിമലയും കയറി അയ്യപ്പ എന്നാണ് ആ പാട്ടിൻ്റെ വരികൾ. ഞാൻ പറയും, പമ്പയിൽ കുളിച്ചാൽ പിന്നെ നീലിമലയേ ഉള്ളൂ. ശബരിമല കയറണമെങ്കിൽ പിന്നെയും പുറകോട്ട് നടക്കണം, അല്ല കരിമല കയറണമെങ്കിൽ പിന്നെയും പുറകോട്ട് നടക്കണം. അതിപ്പോൾ അതിൻ്റെ ഒരു ക്രോണോളജി തെറ്റിയെന്ന് ഞാൻ പറഞ്ഞു. സാരമില്ല, ആരും ശ്രദ്ധിക്കില്ല. അഴുത പമ്പയായിട്ട് വിചാരിക്കാം. അഴുതയിലാണല്ലോ ആദ്യം കുളിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അഴുതയിലാണ് ആദ്യം കുളിക്കുന്നത്. അഴുത പമ്പയുടെ കൈവഴിയാണ്. ഓക്കെ. അപ്പം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ആ വഴി പോവാൻ ഉള്ള കാരണം? ഈ കഠിനമായ യാത്രയ്ക്ക് ഈ കലികാലത്തും ഒരു വിശ്വാസവുമില്ല. കമ്പ്യൂട്ടർ യുഗവും ബ്ലൂ ചിപ്പും കമ്പ്യൂട്ടറും, അതുപോലെ 4 ജീൻസിൻ്റെ 4 പോക്കറ്റിൽ 5 മൊബൈൽ ഇട്ടുകൊണ്ടാണ് ചെറുപ്പക്കാർ നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തോണ്ടലും വിളിയും. ഈ കാലത്തും ശബരിമലയിൽ നടന്ന് കഷ്ടപ്പെട്ടു പോകുന്ന ജനത്തിരക്കേറി വരുന്നതേ ഉള്ളൂ. അതാണ് കലികാല ദൈവം, അതാണ് അയ്യപ്പൻ. അതുകൊണ്ടാണ് അയ്യപ്പൻ എന്നുള്ള നാമം, അയ്യോ അപ്പനെ എന്ന് പന്തളം രാജാവ് വിളിച്ച പോലെ നമ്മളും വിളിക്കേണ്ടി വരും. കൊടുങ്കാട്ടിൽ ഈ ക്രൂര ജന്തുക്കളുടെ നടുവിൽ അതികോമളനായൊരു ശിശു, അത്യന്തം ഭംഗി, കുഞ്ഞുങ്ങളെ കണ്ടാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് അതികോമളൻ, സാധാരണ കോമളനുമല്ല, അതികോമളനായ ശിശു, ശൈവ വൈഷ്ണവ സങ്കല്പം. ആ ശിശുവിനെ അങ്ങനെ കണ്ടപ്പം, പ്രത്യേകിച്ചും കുട്ടികളില്ലാതിരുന്ന രാജശേഖര രാജാവിന് അയ്യോ അപ്പനെ എന്ന് പറഞ്ഞു പോയിന്നാണ്. അപ്പനെ എന്ന് പറഞ്ഞാൽ തെക്കൻ തിരുവിതാംകൂർ മേഖലകളെ അപ്പനെ എന്ന് വിളിക്കുന്ന കുഞ്ഞുങ്ങളെ വിളിക്കാറുണ്ട് ഇല്ലേ? അപ്പനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? റാന്നിക്കാർ കേട്ടിട്ടില്ലേ? അപ്പനെ എന്ന് വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? മക്കളെ അപ്പനെ കൊഞ്ചിച്ച് വിളിക്കുന്ന, അപ്പനെ വിളിക്കുന്ന അപ്പനെ അല്ല കേട്ടോ, കുഞ്ഞിനെ വിളിക്കുന്ന. അയ്യോ അപ്പനെ എന്ന് വിളിച്ചു. അപ്പോൾ അയ്യപ്പൻ എന്നുള്ള പേരങ്ങനെ വീണു എന്നാണ്. മണി കഴുത്തിൽ കെട്ടിക്കൊണ്ട് മണികണ്ഠ, ബാലകനെ വിളിച്ചു മണികണ്ഠ എന്ന്. ആ പന്തളം രാജാവിന് ആ അയ്യപ്പനെ എന്നുള്ള വിളിച്ചത്, ആ പേര് അയ്യപ്പൻ തന്നെ അങ്ങനെ ആയി. മകനെ അയ്യപ്പൻ തന്നെ വിളിച്ചു. രാജാവ് കൊട്ടാരത്തിൽ കൊണ്ടുപോയി വളർത്തി. കുറേശ്ശെ അയ്യപ്പൻ വളർന്നു വന്നപ്പോൾ സാധാരണ ശിശുക്കളെ അപേക്ഷിച്ച് നമുക്കറിയാം, ചില കുട്ടികളൊക്കെ ജീനിയസുകളായിരിക്കും. പ്രത്യേകിച്ച് ഒരു യോഗീശ്വരനായ അവതാരമാണ് അയ്യപ്പൻ. അപ്പോൾ സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് അതിശക്തമായൊരു ഇൻ്റലിജൻസ്, ഒരു സൂപ്പർ ഇൻ്റലിജൻസ് പ്രകടിപ്പിച്ചിരുന്നു അത്രേ. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ പുത്രന് സംസാരിക്കാൻ ശേഷിയില്ലായിരുന്നു. ആ പാട്ടിൽ നിങ്ങൾ കേട്ട് കാണാം, അയ്യപ്പൻ്റെ സിനിമയിൽ ആ പാട്ടിൽ പറയുന്നുണ്ട്. ഊമയായിരുന്ന ഗുരുവിൻ്റെ മകനെ തൻ്റെ ശിഷ്യന്മാർ ഗുരുദക്ഷിണ കൊടുക്കുമല്ലോ. ഗുരുദക്ഷിണ കൊടുക്കാൻ നേരത്ത് അയ്യപ്പൻ ചോദിച്ചു, എന്ത് ദക്ഷിണയാണ് വേണ്ടത്? ഇത്രയും നല്ലൊരു ശിഷ്യനെ കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ദക്ഷിണയാണ്, എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് പറ്റില്ല, എന്തെങ്കിലും ഒരു ദക്ഷിണ അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ മകൻ അങ്ങ് ദിവ്യനാണെന്ന് എനിക്കറിയാം. ശിഷ്യനോട് പറയുകയാണ് ഗുരു, എൻ്റെ മകൻ ഊമയാണ്. എന്നാലോചിച്ച് നോക്കിയ ഒരു കുട്ടി മിണ്ടാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടം. വ്യക്തമായിട്ട് ഉച്ചരിക്കാൻ കഴിയില്ലെങ്കിൽ തന്നെ നമുക്ക് എത്രയോ വഴിപാട് കഴിക്കും, എത്രയോ ഡോക്ടർമാരെ കാണും. അപ്പോൾ ഈ സങ്കടത്തിൽ നിന്ന് കരകയറ്റി തരണം എന്ന് പറഞ്ഞു. തരാമോ എന്ന് ചോദിച്ചു. കഴിയുമെങ്കിൽ അതാണ് എൻ്റെ ദക്ഷിണ. ആ ഗുരുദക്ഷിണയായിട്ട് അയ്യപ്പൻ ആ കുട്ടിയെ അടുത്ത് വിളിച്ച് മന്ത്രം ഓതിക്കൊടുത്ത് പറയിപ്പിച്ചു. അങ്ങനെ ആ കുട്ടി മിണ്ടി. ഇതായിരുന്നു ഏറ്റവും വലിയ അത്ഭുതം, ആദ്യ ബാല്യകാലത്ത് നടത്തിയ ലീല. അതിനുശേഷം വളർന്നു വരികയും രാജ്യകാര്യങ്ങളിൽ ഇടപെടുകയും, തെങ്കാശി എന്ന് പറയുന്ന സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ, അറിയാവോ? കേട്ടിട്ടുണ്ടോ തെങ്കാശി? തെങ്കാശി മുതൽ ഇവിടെ അടുത്ത് ഇലന്തൂർ എന്നൊരു സ്ഥലമുണ്ട്. ഇപ്പം ഇലന്തൂർ വളരെ കുപ്രസിദ്ധി നേടി, എല്ലാവർക്കും അറിയാമല്ലോ. കാര്യം ഞാൻ പറയുന്നില്ല, നല്ലൊരു വേദി വെച്ച് അതൊന്നും പറയേണ്ട ആവശ്യമില്ല, എൻ്റെ കാര്യം നിങ്ങൾക്കറിയാം.
അപ്പോൾ ഇലന്തൂർ വരെ നീണ്ടു കിടന്ന വലിയൊരു സാമ്രാജ്യമായിരുന്നു അന്ന് പന്തളം. അന്നൊക്കെ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ ഭരിക്കുന്ന രാജാക്കന്മാർ അവരുടെ സൗകര്യത്തിന് വെട്ടിപ്പിടിക്കുകയും ഭരിക്കുകയും ചെയ്യുമായിരുന്നു. പന്തളത്തിന് അത്രയും വലിയൊരു പാണ്ഡ്യ രാജാവുമായിട്ടുള്ള ബന്ധമുള്ളതിൻ്റെ പേരിലും അന്ന് റവന്യൂ ജില്ലകളോ റവന്യൂ സ്റ്റേറ്റുകളോ ഇല്ല. അത് മനസ്സിലാക്കണം. തമിഴ്നാട് അല്ലെങ്കിൽ ഇടുക്കി ജില്ല അങ്ങനെയൊന്നുമില്ല. അന്ന് രാജാവിൻ്റെ മേഖലയാണിത് മുഴുവൻ. ഇപ്പോൾ കേരളം തമിഴ്നാടെന്നൊരു പ്രത്യേക റവന്യൂ ഡിവിഷനൊന്നുമില്ല. അപ്പോൾ ഇത്രയും സ്ഥലം എൻ്റെ കരമൊഴിവായിട്ട് ഞാൻ ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നത് തന്നെ വെട്ടിപ്പിടിച്ചു. അപ്പോൾ അത്രയും നീണ്ടു കിടന്നൊരു സാമ്രാജ്യത്തിൽ ഭരണകാര്യങ്ങൾ ഉപദേശിക്കുവാനും അതുപോലെ തന്നെ ശത്രുക്കളെ തുരത്തുവാനും ലക്ഷ്യം നേടാനും രാജ്യസുരക്ഷയ്ക്കും സജ്ജനങ്ങൾക്ക് കീർത്തി വരുത്തുവാനും ഒക്കെയായിട്ട് അയ്യപ്പൻ്റെ ഉപദേശമാണ് രാജാവ് സ്വീകരിച്ചത്. ഓരോ കാര്യത്തിലും അയ്യപ്പൻ പറയുന്ന അഭിപ്രായം വളരെ വിലപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് ഇതുപോലൊരു വേദി ഒരുക്കി. ഇപ്പോഴത്തെ വേദി പോലൊരു വേദി ഒരുക്കി. എന്തിനാണെന്നറിയോ? മല്ലയുദ്ധങ്ങൾ നടത്താൻ, അയ്യപ്പൻ്റെ കഴിവും പാഠവും തെളിയിക്കാനും നാട്ടിലെ മല്ലപ്രമാണിമാരെ യുദ്ധപ്രമാണിമാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാനൊക്കെ ആയിട്ടൊരു വേദി ഒരുക്കി. അത് അവിടെ വെച്ച് നിരവധി അഭ്യാസങ്ങൾ കാണിച്ചു. അവിടെ രാമനും കൃഷ്ണനെന്നും പറഞ്ഞ് 2 പേര് വന്നു. അവർ നമ്മുടെ കഥാപാത്രങ്ങളായിട്ട് വരുന്നതാണ്, അല്ലെ അയ്യപ്പൻ്റെ സുഹൃത്തുക്കളാണ്. അവിടെ വെച്ച് അവരുടെ മല്ലയുദ്ധ പ്രകടനം നടത്തി. അയ്യപ്പൻ്റെ ചുരിക പ്രകടനം ഉണ്ടായിരുന്നു, ചുരികയിലൊരു അഭ്യാസം അവർക്കറിയില്ലാത്തത്. അതെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ അഭ്യാസങ്ങൾ അയ്യപ്പൻ പ്രകടിപ്പിച്ചു. അതിനുശേഷം അവിടെ വന്ന് നമ്മുടെ കടുത്ത എന്ന് കേട്ടിട്ടുണ്ടോ? കടുത്ത എന്ന് കേട്ടിട്ടില്ലേ? കടുത്തസ്വാമി നമ്മളിപ്പോൾ വിളിക്കുന്ന മാളികപ്പുറത്തുള്ള പ്രതിഷ്ഠയുണ്ട്, അവിടെ പോയിട്ടില്ലേ? ആ കടുത്ത ഒന്നാം തരം ഒരു അഭ്യാസിയായിരുന്നു. കടുത്തയുടെ ആ അഭ്യാസ പാഠവും യുദ്ധ പ്രാവീണ്യം അവിടെ തെളിയിക്കപ്പെട്ടു. അങ്ങനെ രാജാവിന് അല്ലെങ്കിൽ അയ്യപ്പനൊരു ധാരണയുണ്ടായി, കുറേ വീരന്മാരിവിടെ നമുക്ക് വേണം. കാരണം നാട് ആക്രമിക്കപ്പെടാം. അന്ന് ഈ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, തീവെട്ടിക്കൊള്ളക്കാർ ഏത് സമയം ആക്രമിക്കാൻ റെഡിയായിട്ട് നമ്മളെ നാട്ടിൽ പന്തളം രാജാവിനെ എടുക്കുകയാണെങ്കിൽ പന്തളം രാജാവിനേക്കാൾ ശക്തിയുള്ള കൊള്ളക്കാരായിരുന്നു അന്ന്. ഉദയനൻ എന്ന് പറഞ്ഞ ആൾ അതിലേറ്റവും പ്രമുഖനായിരുന്നു. ആ ഉദയനൻ കോട്ട കെട്ടിയ സ്ഥലമാണ് കരിമലക്കോട്ട. സമയമുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. അവിടെ താമസിച്ചിരുന്നു. കരിമല ഏറ്റവും ഉയർന്ന സ്ഥലമാണ്. ആ ഉയർന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, എവിടുന്ന് ആളുകൾ വന്നാലും കണ്ടുപിടിക്കാൻ പറ്റും. എവിടുന്ന് ആക്രമണം ഉണ്ടെങ്കിലും പ്രതിരോധിക്കാൻ സാധിക്കും. അതാണ് കരിമലയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് കരിമല കയറ്റം കഠിനം എന്ന് ഇപ്പോഴത്തെ ആളുകൾ നമ്മളൊക്കെ പറയുന്നത്. അത്ര ഉയരത്തിലാണ്. അവിടെ വെള്ളം പോലും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ കുളവും കിണറും പണി കഴിപ്പിച്ചു. എന്തിനാ? അവിടുത്തെ ആളുകൾക്ക് അവിടെ കഴിയാൻ. അങ്ങനെ അയ്യപ്പൻ കരിമലക്കോട്ട കീഴടക്കുന്നതിന് മുമ്പ് ഒരുപാട് സന്നാഹങ്ങൾ നടത്തി. അതിൽ പ്രധാനപ്പെട്ട നിങ്ങൾ അറിയേണ്ട കാര്യം മാത്രം പറയാൻ സമയക്കുറവുണ്ട്. നാട്ടിൽ സമാധാനം പുലരാനായിട്ട് ആദ്യത്തെ ആക്രമണം നേരിട്ടത് ബാബർ അല്ലെങ്കിൽ വാവർ എന്ന് നമ്മൾ വിളിക്കുന്ന ആ മുസ്ലിം യോദ്ധാവിൻ്റെ ഇതാണ്. ഈ വാവർ വന്നത് എന്തിനാണ്? ഉപ്പ് കച്ചവടക്കാരനായിട്ടാണ് വന്നത്. ഉപ്പ് കച്ചവടം എന്നുള്ള വ്യാജേന വരികയും തീരത്ത് ഒരു കപ്പൽപ്പടയുണ്ട് സ്വന്തമായിട്ട്, തീരത്തടുക്കുകയും അവിടെ കൊള്ളയടിക്കും. ഇങ്ങനെ അവരുടെ മുസ്ലിം രീതി അനുസരിച്ച് അവർ കൊള്ളയടിച്ച് ജീവിച്ചിരുന്നതാണ്. ആ ബാവർ കരുനാഗപ്പള്ളി, ഇന്നത്തെ കരുനാഗപ്പള്ളിയുടെ പടിഞ്ഞാറ് വശം വന്ന് നങ്കൂര് വിട്ടു. ഈ വിവരം രാജാവ് പറഞ്ഞു. രാജാവിന് ഭയമായി. ആർക്ക്? പന്തളം രാജ്യത്തിന്. കാരണം നമുക്ക് നേരിടാനുള്ള ശക്തിയില്ല. അയ്യപ്പൻ ഉപദേശം കൊടുത്തു. അച്ഛൻ ധൈര്യമായിട്ടിരുന്നു, ഒന്നും ചെയ്യണ്ട, കുറച്ചുള്ള സൈന്യങ്ങളെ തടുത്തുകൂട്ടി ഞാൻ പോയി പ്രതിരോധിച്ചോളാം എന്ന് പറഞ്ഞ് നേരെ കരുനാഗപ്പള്ളിക്ക് പോയി. കരുനാഗപ്പള്ളി ചെന്ന് ദൂരെ തന്നെ കപ്പൽ കണ്ടു. കപ്പലിൻ്റെ പാമരം കൊണ്ടാണ് കപ്പൽ സഞ്ചരിക്കുന്നത്. അതറിയാവോ? കുട്ടികൾക്ക് അറിയാവോ എന്തോ? വലിയവർക്കും അറിയാൻ മേലെന്ന് തോന്നുന്നു. അറിയാമല്ലേ? പാമരം, കാറ്റ്, യന്ത്രമില്ല അന്ന്. നമ്മൾ മനസ്സിലാക്കണം, യന്ത്രം, ഡീസൽ എഞ്ചിനൊന്നുമില്ല. പായ വലിച്ചു കെട്ടും, കാറ്റടിക്കുമ്പോൾ ഇത് വലിച്ചുകൊണ്ട് പോയിക്കോളൂ. നമ്മളൊക്കെ തുണിയൊക്കെ വലിച്ചു കെട്ടില്ലേ ഉണങ്ങാനിടുന്നത്, അതുപോലെ വലിയ പായുണ്ട്. പായ വലിച്ചു കെട്ടിയ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് കപ്പൽ നിയന്ത്രിക്കാൻ പറ്റും. ഈ കെട്ടുന്ന മരത്തിന് പാമരം എന്നാണ് പറയുക. ആ പാമരം അമ്പ് കൊണ്ട്, ഒരൊറ്റ അമ്പ് കൊണ്ട്, അയ്യപ്പൻ്റെ അന്നത്തെ മിസൈലാണ്, ആ ഒറ്റ അമ്പ് കൊണ്ട് ആ പാമരം മുറിഞ്ഞ് താഴെ വീണു. പിന്നെ കപ്പലിന് അനങ്ങാൻ പറ്റില്ല. അപ്പം ചെറിയ വഞ്ചികളിലൊക്കെ ആയിട്ട് അവർ കരയിലേക്ക് വന്ന് യുദ്ധത്തിന് ആരംഭിച്ചു. കരയിൽ വന്ന് ബാബർ നോക്കുമ്പം ഒരു കോമളനായ അതിസുന്ദരനായ ഒരു ബാലകൻ. അയ്യേ, ഈ പയ്യനോട് എന്ത് യുദ്ധം ചെയ്യാനാ? മറ്റേ ആൾ ആജാനുബാഹു. അപ്പോൾ ഈ കുഞ്ഞിനോട് അല്ലെങ്കിൽ പയ്യനോട് എനിക്ക് യുദ്ധമില്ല എന്ന് പറഞ്ഞ് അനുനയിപ്പിച്ചു. അയ്യപ്പൻ സമ്മതിച്ചില്ല.
നിങ്ങൾ ഈ നാട്ടിൽ കാല് കുത്തിയാൽ എന്നെ തോൽപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കീഴടങ്ങണം. അങ്ങനെ യുദ്ധം തുടങ്ങി. യുദ്ധത്തിലൊരു രക്ഷയില്ല. യുദ്ധം വന്നപ്പോഴാണ് അയ്യപ്പന് ബാബർക്ക് മനസ്സിലായത് അയ്യപ്പൻ എന്ന് പറയുന്നത് വലിയൊരു യോദ്ധാവാണെന്ന് നമ്മൾ വിചാരിച്ച ആളൊന്നും അല്ല എന്ന് മനസ്സിലായി. സൗദി അറേബ്യയിൽ നിന്ന് ബാബർ വന്നത്. പാത്തുമ്മയുടെ മോനാ, പാത്തുമ്മ എന്ന അമ്മയുടെ പേര്. അപ്പോൾ അവിടെ വെച്ച് അവിടെ വല്ല അഭ്യാസമൊക്കെ കാണിച്ച് ബാബർ നമ്മുടെ നാട്ടിൽ വന്ന് പന്തളത്ത് അല്ലെങ്കിൽ കരുനാഗപ്പള്ളി വന്ന് പെട്ടുപോയി. തോറ്റെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? മറ്റ് പ്രയോഗങ്ങൾ, മായാജാല വിദ്യകൾ പ്രയോഗിച്ചു. അതിലും അയ്യപ്പനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. അങ്ങനെ ബാബർ അവസാനം ആയുധം വെച്ച് കീഴടങ്ങി അയ്യപ്പന് ശിഷ്യപ്പെട്ടു. അയ്യപ്പൻ പറഞ്ഞു, തിരുത്താൻ പറ്റുന്ന ഒരു അയ്യപ്പൻ്റെ ജീവിതത്തിൽ, അയ്യപ്പൻ്റെ അവതാര കാലം നിങ്ങൾ ശ്രദ്ധിക്കണം, തിരുത്തി കൊണ്ടുപോകുന്നവരെ തിരുത്തി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എത്ര തിരുത്തിയാലും ചില മനുഷ്യർ ദുഷ്ടത്തരം വിടൂല. ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ളവർ. എത്ര തിരുത്തിയാലും എത്ര അനുഭവം കിട്ടിയാലും. ശബരിമല എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി 2018 എന്തെല്ലാം പ്രശ്നങ്ങൾ, എത്ര കേസുകൾ, എന്തൊക്കെ പ്രശ്നമുണ്ടായി. തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും ചിലർ പഠിച്ചിട്ടില്ല. വീണ്ടും ദ്രോഹബുദ്ധിയായി തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അയ്യപ്പൻ നോക്കിയപ്പം അങ്ങനെ തീർത്തും രക്ഷയില്ലാത്തവരെ മാത്രമേ അയ്യപ്പൻ വധിച്ചിട്ടുള്ളൂ. അവരെ ഇല്ലായ്മ ചെയ്യേണ്ടത് എന്തിനാണ്? 1-2 പേരെ വധിച്ചാലും സമൂഹത്തിന് സമാജത്തിന് നന്മ വരുത്തണം, അവർക്ക് ദോഷം വരരുത്. അതിനുവേണ്ടിയാണ് അയ്യപ്പൻ്റെ അവതാര ഉദ്ദേശം തന്നെ. ഒപ്പം തന്നെ ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കുക. നശിപ്പിക്കപ്പെട്ട, തീ വയ്ക്കപ്പെട്ട ശബരിമല ക്ഷേത്രം ഉൾപ്പെടെ പുനരുദ്ധാരണം നടത്താനും കൂടെയാണ് അയ്യപ്പൻ്റെ അവതാരം. ഒറ്റവാക്കി പറഞ്ഞു. അപ്പോൾ കരുനാഗപ്പള്ളി വെച്ച് നടന്ന യുദ്ധത്തിൽ വാവരെ തോൽപ്പിക്കുകയും വാവരെ ശിക്ഷപ്പെടുത്തുകയും ചെയ്തു. അയ്യപ്പന് ശിക്ഷപ്പെട്ടു. അപ്പോൾ അയ്യപ്പൻ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? എൻ്റെ കൂടെ നിൽക്കണം, ഒരു തരത്തിലുള്ള ദുഷ്ടദ്രോഹ പ്രവർത്തനവും ജനങ്ങൾക്ക് ചെയ്യരുത്. അങ്ങനെ നന്നായിട്ട് ജീവിക്കാമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം തരാം, അവിടെ പോയി താമസിച്ചോളാൻ പറഞ്ഞു. ആ സ്ഥലമാണ്, പറയൂ, ആ സ്ഥലമാണ് ഉത്തരം പറയുന്ന 2 കുട്ടികൾ ഇവിടെ ഉണ്ട്. അത് 2 പേരും പോയി. എരുമേലി വന്ന് എരുമകൊല്ലി എന്ന് പറയുന്ന മഹിഷത്തിനെ വധിച്ച സ്ഥലം എന്നാണ് പറയുന്നത്. ഏതായാലും എരുമകൊല്ലിയിൽ വന്ന് താമസമായി. അങ്ങനെ ബാബർക്കൊരു കോട്ട കെട്ടിക്കൊടുത്തു എന്നാണ്. അത് നമ്മൾ ആദ്യം കോട്ട എന്ന് പറയും. പേര് പോയിട്ടില്ല എല്ലാവരും. എരുമേലി പേട്ട തുള്ളാൻ പോയിട്ടില്ല. പേര് തോടിന് മുമ്പ് നമ്മൾ അവിടുന്ന് എരുമേലി കോട്ടയുണ്ട്, ഒരു കോട്ട സങ്കല്പമുള്ളൂ. അത് അവിടുന്ന് കൊച്ചമ്പലം അല്ലേ, കൊച്ചമ്പലത്തിൽ നിന്നാണ് പേട്ട തുള്ളുന്നത്. ആ എരുമേലിയിൽ അങ്ങനെ ഒരു സന്നാഹം, ഒരു അയ്യപ്പൻ്റെ ഉദ്ദേശം ഹൈലി ഡിപ്ലോമാറ്റിക് ആയിരുന്നു. എന്താ ഡിപ്ലോമാറ്റിക് എന്ന് പറഞ്ഞാൽ? തന്ത്രജ്ഞനായിരുന്നു. അത് അതിശക്തമായ ബുദ്ധിയുടെ ഒരു കഴിവാണ്. സൂപ്പർ ഇൻ്റലിജൻസ് ഓഫ് ദി ഓൾമൈറ്റി. അത് തന്നെയാണ് അവതാര പുരുഷന്മാരിലൂടെ നമുക്ക് കിട്ടുന്ന, സജ്ജനങ്ങൾക്ക് കിട്ടുന്ന നല്ല അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മളെ ആര് രക്ഷിക്കുമല്ലാതെ? നമ്മളെ രക്ഷിക്കാൻ അയ്യപ്പൻ മാത്രമേ ഉള്ളൂ, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ആ ഇതുകൊണ്ട് അവിടെ വാവരെ കൊന്നില്ല, ശിഷ്യനാക്കി. എന്തിനാ? തനിക്ക് വാവരെ ശിഷ്യനാക്കി വാവരുടെ പടയാളികൾ മുഴുവൻ അയ്യപ്പൻ്റെ കൂടെയായി. അങ്ങനെ എരുമേലിയിൽ പള്ളി പണിതു, പ്രാർത്ഥിക്കാനായിട്ടൊരു സ്ഥലം കൊടുത്തു. അവിടെ ആയുധങ്ങളും ഒക്കെ സൂക്ഷിച്ച് സന്നാഹങ്ങളുമായിട്ട് അവിടെ റെഡിയായിട്ടിരുന്നോളാൻ പറഞ്ഞു. അടുത്ത അയ്യപ്പൻ്റെ യാത്ര എങ്ങോട്ടായിരിക്കും? അമ്പലപ്പുഴ. അത് പടിഞ്ഞാറൻ ദിക്കാണ്, മനസ്സിലാക്കണം. പന്തളം, തിരുവനന്തപുരം തൊട്ട് ഇങ്ങോട്ട് തിരുവിതാംകൂറിൻ്റെ ഭാഗം പന്തളം വരെയുള്ള പന്തളം എന്ന് പറയുന്ന ഒരു ശാഖ, ഒരു യോഗം. ആ പന്തളം യോഗക്കാരെന്ന് പറയുന്നത് ഒരു സൈന്യമാണ്. അപ്പോൾ തെക്ക് വശം മുഴുവൻ അയ്യപ്പൻ ഭംഗിയായിട്ട് അടച്ചു കളഞ്ഞു, സുരക്ഷയാക്കി. പിന്നെ പടിഞ്ഞാറ് വശം അമ്പലപ്പുഴ യോഗം. ഇപ്പോഴും അമ്പലപ്പുഴ യോഗക്കാർ പോയിട്ടാണ് ആലങ്ങാടി യോഗം വരുന്നതെന്ന് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു. അമ്പലപ്പുഴ യോഗമല്ലേ ആദ്യം എരുമേലിപ്പേട്ട കിട്ടുന്നത്? അമ്പലപ്പുഴ യോഗമല്ലേ? അമ്പലപ്പുഴ യോഗക്കാർ വന്നു. ഈ യോഗം എന്ന് പറഞ്ഞാൽ അഭ്യാസികളാണ് മുഴുവൻ, അന്നത്തെ സൈന്യം. ഇന്നിപ്പോൾ യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല ആർക്കും, വാളുവൊക്കെ എടുത്ത് യുദ്ധം ചെയ്യാൻ പറ്റും. അതിന് പകരം പേട്ട കെട്ടി അവിടെ നമ്മൾ ആ പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നു. പള്ളിവേട്ടയ്ക്ക് പോകുമ്പോൾ പ്രതീകാത്മകമായിട്ട് അമ്പ ചെയ്യുന്നു, അങ്ങനെയല്ലേ ചെയ്യുന്നത്? കണ്ടിട്ടില്ലേ ആ ശബരിമലയിലെ പള്ളിവേട്ട? നിങ്ങൾ വനത്തിലൊന്നും പോയി കാണണ്ട, ടി വി കാണിക്കുന്നുണ്ടോ? ജനൻ ടി വിയിൽ എപ്പോഴും വെച്ച് കാണിക്കുന്നുണ്ട്, എല്ലാ പള്ളിവേട്ടയും കാണിക്കുന്നുണ്ട്. ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂ, ഞാൻ അല്ലാതെ പോയിട്ടില്ല, പോകണമെന്ന് ആഗ്രഹമുണ്ട്. ശബരിമലയിൽ 45 കൊല്ലം പോയതാണ്, പക്ഷെ അതുകൊണ്ട് ഈ പള്ളിവേട്ട കാണാൻ പറ്റിയിട്ടില്ല. മേശാന്തിമാരൊക്കെ എൻ്റെ സ്വന്തക്കാരൊക്കെ ഇരുന്നിട്ടും പറ്റിയിട്ടില്ല. എന്തായാലും ആ അമ്പലപ്പുഴ യോഗം എന്ന് പറയുന്നത് അവിടെ ചെന്ന് ഓർഗനൈസ് ചെയ്യുകയാണ്. ഓർഗനൈസ് ചെയ്യപ്പെട്ട ഒരു വലിയ സൈന്യവ്യൂഹത്തെ തയ്യാറാക്കി നിർത്തി. അത് കഴിഞ്ഞ് പോയത് ആലുവയ്ക്കാണ്. ആലുവ
എറണാകുളം ജില്ലയിലെ ആലുവ മണപ്പുറത്ത് ആലിൻ്റെ ചുവട്ടിൽ ഒരു യോഗം വിളിച്ചു. അതാണ് ആലങ്ങാടി യോഗം. ആലങ്ങാടി യോഗം, ആലങ്ങാട് എന്ന സ്ഥലം അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, എന്നാലും ആ യോഗം അവിടെയാണ് ആരംഭിച്ചത്. ഇപ്പോൾ ഇവർ തന്നെ എത്രയോ മീറ്റിങ്ങുകൾ ഇവിടെ വിളിച്ചിട്ടാണ്. ഇവർ നേരത്തെ പറയുന്നത് കേട്ടോ, 6 മാസം മുമ്പേ തുടങ്ങി യോഗങ്ങൾ, മീറ്റിംഗ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, ഓരോ കാര്യങ്ങൾ തീരണം. ഇവർക്ക് നിങ്ങൾക്കൊക്കെ ഭക്ഷണം കണ്ടെത്തണം, വരുന്നവർ അതിഥികൾക്കൊക്കെ ഭക്ഷണം വേണം, ഞങ്ങളെ പോലുള്ള ഒരുപാട് പേരെ ക്ഷണിക്കണം, പ്രധാനപ്പെട്ട വ്യക്തികൾ MLA അല്ലെങ്കിൽ രക്ഷാധികാരികളെയൊക്കെ ആദരപൂർവ്വം ക്ഷണിക്കണം, നോട്ടീസ് അടിക്കണം, വിതരണം ചെയ്യണം, പബ്ലിസിറ്റി കൊടുക്കണം, കറണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ തലയിൽ കൂടെ കൊടുക്കും. ഇപ്പോൾ തോലി സ്വസ്ഥമായിട്ടല്ല ഇരിക്കുന്നതെന്ന് മുഖം കണ്ടാൽ അറിയാം. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അത്രയും ഒരുക്കങ്ങൾ ചെയ്യണം. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മളിലും ഇതുപോലെ അയ്യപ്പൻ ആവേശിക്കും, ചില സമയത്ത് നമ്മൾ അറിയാതെ ചെയ്തു പോകും എല്ലാ കാര്യവും. അങ്ങനെ ആലുവയിൽ വെച്ച് കൂടിയ യോഗമാണ് ആലങ്ങാടി യോഗം. ആലങ്ങാടി യോഗം പിന്നീട് 2ആയി, ചില പ്രശ്നങ്ങളുണ്ട് അവർക്ക്. എന്നാലും ആലങ്ങാടി യോഗത്തിൽ ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഒരു കൊല്ലം. ആലങ്ങാടി യോഗത്തിൽ കുറേ സൈന്യത്തെ സജ്ജമാക്കി നിർത്തി. ഈ ആലങ്ങാടി യോഗം എന്ന് പറയുന്ന മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, നമുക്കറിയാവുന്ന സ്ഥലങ്ങളൊക്കെ. മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, ആലുവ മേഖലകൾ, അങ്കമാലി വരെയുള്ള മേഖല, വടക്കോട്ടുള്ള മേഖലയിൽ അവിടെ സജ്ജമാക്കി. അപ്പോൾ എന്തൊക്കെയായി? വടക്കായി, തെക്ക് ഇപ്പോൾ പടിഞ്ഞാറ് അമ്പലപ്പുഴയായി, തെക്ക് വശത്ത് പന്തളം സൈന്യം. ഇതൊരു മഹത്തായ വലിയ സൈന്യത്തെ സജ്ജമാക്കാൻ വേണ്ടി അയ്യപ്പൻ ചെയ്തതാണ്. ഇതുകൂടാതെ അയ്യപ്പന് ചില കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കണം. അങ്ങനെയല്ല, ചില അഭ്യാസങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട്, പുതിയ അഭ്യാസങ്ങൾ, ഒരു PhD എടുക്കണം തോന്നിയാൽ നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ പഠിക്കും. ഒരു ഗൈഡിനെ വിളിച്ച് നമ്മൾ പഠിക്കും. അങ്ങനെ അയ്യപ്പൻ പുതിയതായിട്ട് ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് ചീരപ്പഞ്ചിറ മൂപ്പൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഈഴവ പ്രമാണിയുണ്ട്. ചീരപ്പഞ്ചിറ എവിടെയാണെന്നറിയാവോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒന്ന് കൈപൊക്കാവോ കേട്ടിട്ടുള്ളവർ? 3-4 പേരേ കേട്ടിട്ടുള്ളൂ, ചെറുപ്പക്കാരൊന്നും കേട്ടിട്ടില്ല. ഓക്കെ. ചീരപ്പഞ്ചിറ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ചീരപ്പഞ്ചിറ ഞാനും എൻ്റെ ശ്രീമതിയും കൂടി പോയി അയ്യപ്പൻ അവിടെ കളിച്ച ഇതുപോലൊരു പൂഴിമണ്ണാണ്. അവിടെ ഞാൻ നമസ്കരിച്ചു, അയ്യപ്പനെ കണ്ടു എന്ന് പറയാം. അവിടെ അത്രയും ഇപ്പോഴും ആ സ്ഥലമുണ്ട്. ആ ചീരപ്പഞ്ചിറ കളരിയിൽ പോയി നമസ്കരിച്ചു. അവിടുത്തെ ആ അയ്യപ്പൻ്റെ ഉടവാൾ വെച്ചിട്ടുണ്ട്, അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന ചുരിക വെച്ചിട്ടുണ്ട്. ഇന്ന് കാണേണ്ടതാണത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് പോകേണ്ട ഒരു ഭാഗ്യം ഉണ്ടാക്കേണ്ടതാണ്. ആ ചീരപ്പഞ്ചിറ ചെന്നിട്ട് അഭ്യാസം പഠിക്കാനായിട്ട് പോയതാണ്. പക്ഷേ ചീരപ്പഞ്ചിറ മൂപ്പൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. കാര്യം പറഞ്ഞ ആൾ കണ്ട പരമയോഗ്യൻ, ബഹുസുന്ദരൻ, നല്ല ആരോഗ്യദൃഢ ഗാത്രൻ, മിട്ടുമിട്ടുക്കൻ, ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് ബഹുമാനം തോന്നും, നമസ്കരിക്കും. പക്ഷേ ചീരപ്പഞ്ചിറ മൂപ്പൻ പരീക്ഷിക്കാൻ വേണ്ടിയാണോ ആദ്യം ആളെ സ്വീകരിച്ചില്ല. അങ്ങനെ അവസാനം അയ്യപ്പൻ അവിടെ ചെന്ന് അഭ്യാസം പഠിക്കാമെന്നും പഠിപ്പിക്കാമെന്നും ഏറ്റു. അങ്ങോട്ടും പഠിപ്പിക്കാം, ചുരുങ്ങിയ അഭ്യാസം, ഏതഭ്യാസം വേണമെങ്കിലും അയ്യപ്പൻ പഠിപ്പിക്കും. ഏത് വേണമെങ്കിലും. അപ്പോൾ തിരിച്ചെനിക്ക് വേണ്ടത് എന്താണെന്നുള്ള അയ്യപ്പൻ ചോദിച്ചു മനസ്സിലാക്കി ചീരപ്പഞ്ചിറ കളരി ഉണ്ടാക്കി. ആ കളരിയിൽ നിന്ന് അഭ്യാസം പഠിച്ചു. ആ അഭ്യാസം പഠിച്ചിട്ട് അവരെ കൂടി തൻ്റെ ആളുകളാക്കി. ഇതിനുശേഷം പോയത് മലബാറിലാണ്. പരപ്പനാട്ട് എന്ന് പറയുന്ന ഒരു രാജകുടുംബമുണ്ട് മലബാറിൽ. ആ രാജ കുടുംബത്തിൽ പോയി അയ്യപ്പൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു എന്നറിയോ? നിങ്ങളിതൊക്കെ കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? അറിഞ്ഞിരിക്കണേ, സമയം കുറവായതുകൊണ്ട് ഞാൻ വളരെ സ്പീഡിൽ പറയുന്നു. പരപ്പനാട്ട് രാജവംശത്തിൽ പോയി മലബാറിൽ താമസിച്ച് അവിടെയും കുറേ പേരെ തൻ്റെ വരുതിയിലാക്കി. ഈ ചില വ്യക്തികൾ വന്നാൽ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് പോകും. അവരോടുള്ള ബഹുമാനം കൊണ്ട്, ആ കാഴ്ചയിലുള്ള ഗാംഭീര്യം കൊണ്ട് നമ്മൾ എഴുന്നേറ്റ് പോകും. നമുക്ക് ചിലപ്പോൾ സ്നേഹം തോന്നും. അതെന്തുകൊണ്ടാണ്? അവരുടെ വ്യക്തിപ്രഭാവമാണ്, അവരുടെ ഓറയുടെ പ്രത്യേകതയാണ്. അല്ലേ? നമുക്കൊരു ദർശനം കിട്ടിയാൽ മതി എന്ന് അമൃതാനന്ദയെ കാണുമ്പോൾ ദർശനം കിട്ടിയാൽ മതി. അല്ലെ, വിഗ്രഹത്തിന് മുമ്പിൽ നമുക്ക് ദൂരെ നിന്നാണെങ്കിൽ ഒരു ദർശനം കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും. ശ്രീ രവിശങ്കർജി ഒരു ദർശനം കിട്ടിയാൽ മതി. അപ്പോൾ ആ വ്യക്തിപ്രഭാവമാണ്, അതൊരു ഗിഫ്റ്റാണ്, ഒരു ഈശ്വരാധീനം, ഒരു ബൂൺ, ഒരു വരം, ഒരു അനുഗ്രഹം. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് അവരെയും സ്വായത്തമാക്കി. പിന്നെ പോയത് കപ്പൽ കയറിയാണ് പോയത്. എങ്ങോട്ടാണ് പോയത്? കപ്പൽ കയറി പോകേണ്ടത് എങ്ങോട്ടാ? അമേരിക്കയിലാണോ? അന്ന് അമേരിക്ക കണ്ടുപിടിച്ചിട്ടില്ല. അമേരിക്ക കണ്ടുപിടിച്ചിട്ട് 300 വർഷമായുള്ളൂ. പിന്നെ പോയത് ഈ ശ്രീലങ്ക. ശ്രീലങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് ഈഴവശേവ, ഇതൊക്കെ അയ്യപ്പൻ്റെ കഥകളൊക്കെ വായ്മൊഴിയല്ല, വരമൊഴിയല്ല, വായ്മൊഴിയിലൂടെയാണ്. വായ്പാട്ട്, അയ്യപ്പൻ പാട്ട്, ഇങ്ങനെയുള്ള പാട്ടുകളിലൂടെയാണ് കഥ വരുന്നത്. അതിൽ നിന്ന് വായിച്ച് നമ്മൾ മനസ്സിലാക്കണം. വ്യക്തമായിട്ട് പറയുന്നുണ്ട് പലതും. അപ്പം ചീരപ്പഞ്ചിറ മൂപ്പൻ, പടിഞ്ഞാറ് അമ്പലപ്പുഴ, തെക്ക് പന്തളം തൊട്ടുള്ള തിരുവിതാംകൂർ ഭാഗത്തുള്ള സൈന്യം, കൂടാതെ ആലങ്ങാട് വടക്കോട്ടുള്ള സൈന്യം,
ഇതുകൂടാതെ പരപ്പനാട്ട് രാജവംശത്തിലെ സഹായം, ഇതും കൂടാതെ ഈഴവത്തറ, ഈഴവശേവം എന്നുള്ള പാട്ടുണ്ട്. ഈഴവശേവം, പന്തളശേവം, പുലിപ്പാൽ ശേവം, പുലിപ്പാൽ കൊണ്ടുവരാൻ പോയ കഥ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് അത് ഞാൻ ഒന്ന് പരാമർശിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പുലിപ്പാൽ ശേവം, ഈഴവത്തി ശേവം, ഇങ്ങനെ 2-3 ശേവങ്ങൾ, പാട്ടെന്നുള്ള അർത്ഥമായിരിക്കണം. അതിൽ കൂടെയാണ് നമ്മൾ ഈ കഥകൾ മനസ്സിലാക്കുന്നത്. സംഭവിച്ച കാര്യം, കഥയല്ല, സംഭവിച്ചത് മനസ്സിലാക്കുന്നത്, ചരിത്രമാണ്. അങ്ങനെ ശ്രീലങ്കയിൽ പോയി, ശ്രീലങ്കയിൽ നിന്ന്, അതായത് അന്നത്തെ ഈഴം ഇപ്പോഴും പറയാറുണ്ടല്ലോ അവരുടെ ഭാഷയിൽ, അവിടെ പോയി അവിടുന്നും സൈന്യങ്ങളെ ആവശ്യത്തിനുള്ള അടിസ്ഥാന പിന്തുണ സമ്പാദിച്ചു. തിരിച്ചു വന്നിട്ട് പോയത് അങ്ങോട്ടാണ്, മല കയറി ഇറങ്ങി, നമ്മുടെ ശബരിമല ഇരിക്കുന്ന സഖ്യപർവ്വതം കയറി ഇറങ്ങി മധുരയ്ക്ക് പോയി. മധുരയിൽ ചെന്ന് അവിടെ രാജാവിനെ കണ്ട്, രാജാവ് വേണ്ട വിധം ബഹുമാനിച്ചു, ഇന്നയാളാണെന്ന് പരിചയപ്പെടുത്തി. എങ്ങനെയാണ് പരിചയപ്പെടുത്തിയ? സൈന്യാധിപനാണ് വന്നിരിക്കുന്നത്. എവിടുന്നാ വന്നേ അയ്യപ്പൻ? പന്തളത്തുനിന്ന് വന്ന പന്തളം സൈന്യാധിപനാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ സ്വീകരിക്കാതെ പറ്റുമോ? അയ്യപ്പൻ്റെ വ്യക്തിപ്രഭാവവും സൗകുമാര്യവും സൗന്ദര്യവും ആകർഷകത്വവും പൗരുഷവും എല്ലാം കൂടാതെ സൈന്യാധിപൻ എന്നുള്ളൊരു പോസ്റ്റും കൂടെയായി. സ്വർണത്തിന് സുഗന്ധം വന്ന പോലെയായി. അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി പാണ്ഡ്യനാട്, അവിടെ അഭ്യാസങ്ങൾ നടത്തി. ഇവരൊക്കെ സ്വീകരിച്ചാൽ ഇവർ ടെസ്റ്റ് ചെയ്യും എങ്ങനെയുണ്ട് ഇയാളെന്ന്. അഭ്യാസങ്ങൾ നടത്തി, അതിലൊക്കെ വിജയിച്ചു. അത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന് കുറച്ച് ഉപദേശം കൊടുത്തു. കാരണം മധുര രാജാവ് വന്ന് ഒരു ഭീഷണിയിലാണ്. എന്ത് ഭീഷണിയാണ്? കള്ളം കയറുന്നുള്ള പേടിയാണോ? എന്ത് പേടിയാ? ചോഴ രാജവംശം ആക്രമിക്കും എപ്പോഴും. പിന്നെ ഈ ഉദയനെ പോലുള്ള കൊള്ളക്കാരവിടെ പോയി ആക്രമിക്കും. ഒരു വശത്ത് ചോഴ രാജാവിൻ്റെ ആക്രമണം, മറ്റൊരു വശത്ത് കൊള്ളക്കാർ തേവന്മാർ പറയുന്ന ആ പടയുടെ ആക്രമണം. ഇതെല്ലാം കൂടെ വന്നപ്പോൾ രാജാവിന് ഒരു സഹായിയെ വേണം. അയ്യപ്പൻ അതിന് വേണ്ട സഹായം ചെയ്തു കൊടുത്തു. കുറേ അവരെ തന്ത്രങ്ങൾ മെനഞ്ഞ് അവർക്ക് സുരക്ഷയൊരുക്കി. കൂടാതെ ഒരു കാര്യം പറഞ്ഞു, ശബരിമലയിൽ ഈ ഉദയനൻ എന്ന് പറയുന്ന കൊള്ളക്കാരൻ ധർമ്മശാസ്ത്ര വിഗ്രഹം തകർത്തെറിഞ്ഞ് മേശാന്തിയെ വെട്ടിക്കൊന്ന് അമ്പലത്തിന് തീ വെച്ചു. അതുകൊണ്ട് അത് പുനരുദ്ധാരണം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ഞാൻ മകരസംക്രമ നാളിൽ ഞാൻ അവിടെ വരും, അന്ന് അവിടെ വന്ന് വേണ്ട സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞ് അവരോടും വാക്ക് മേടിച്ചു. അങ്ങനെ ഇവരെയൊക്കെ സംഘടിപ്പിച്ച് നമ്മുടെ നാട്ടിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുവാനും സുരക്ഷയ്ക്ക് ഒരു കോട്ടവും തരാതെ സജ്ജനങ്ങളെ സംരക്ഷിക്കുവാനും എടുത്ത അവതാര പുരുഷനായ അയ്യപ്പൻ ഒരു ദിനം എല്ലാവരോടും തയ്യാറായിരിക്കാൻ പറഞ്ഞു. കാര്യത്തിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് കിടക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ഒരു ദിവസം തയ്യാറായിരിക്കാൻ പറഞ്ഞു. എരുമേലിയിൽ നിന്ന് അവരോട് പറഞ്ഞു റെഡി ആയിക്കോളാൻ പറഞ്ഞു. അവിടുന്ന് യാത്ര ആരംഭിച്ചത് അവർ അയ്യപ്പൻ്റെ സേനാനായകത്വത്തിൽ അവിടുന്ന് പുറപ്പെട്ടു. ആദ്യം ഇഞ്ചിപ്പാറക്കോട്ട, പുതുശ്ശേരി മുണ്ടൻ എന്ന് പറയുന്ന ഒരു കള്ളനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പുതുശ്ശേരി മുണ്ടൻ എന്ന് പറഞ്ഞാൽ ഉദയനൻ്റെ അസിസ്റ്റൻ്റാണ്. ആ പുതുശ്ശേരി മുണ്ടനെ എതിരിടണം, ഉദയനെ എതിരിടണം. ഇങ്ങനെ ഉദയനും നോക്കിയിരിക്കുകയാണ് അയ്യപ്പനെ കൊല്ലാൻ എന്താ മാർഗം എന്ന്. അത്ര എളുപ്പമല്ലല്ലോ, പക്ഷേ നോക്കിയിരിക്കുകയാണ് തകർക്കാൻ. അങ്ങനെ ശത്രുക്കൾ വർദ്ധിച്ചു വരുന്നു എന്ന് കണ്ടപ്പം ഈ സജ്ജമാക്കപ്പെട്ട സൈന്യങ്ങൾ അമ്പലപ്പുഴ ആലങ്ങാടി യോഗക്കാരടക്കം തയ്യാറാക്കി നിർത്തിക്കൊണ്ട് അയ്യപ്പൻ തന്ത്രപരമായൊരു നീക്കം നടത്തി. അതാണ് എരുമേലിയിൽ നിന്നുള്ള അയ്യപ്പൻ ദിന്തകത്തോം ഹരിഹര നന്ദനൻ ദിന്തകത്തോം സ്വാമി ദിന്തകത്തോം വിനായക സ്വാമി ദിന്തകത്തോം അയ്യപ്പൻ നിൻ്റകത്തോം ഹരിഹര നന്ദനൻ എൻ്റകത്തോം. എൻ്റെ അകത്ത് അയ്യപ്പനുണ്ട്, നിൻ്റെ അകത്ത് അയ്യപ്പനുണ്ട് എന്നുള്ള ആവേശം. അങ്ങനെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് വിളിയോടുകൂടി എല്ലാവരും അയ്യപ്പനെ നേതാവായിട്ട് വിളിച്ചുകൊണ്ട് യുദ്ധത്തിന് ആരംഭിച്ചു. ആ യുദ്ധത്തിൻ്റെ പ്രതീകമായിട്ടാണ് പേട്ടതുള്ളൽ. മനസ്സിലായോ? നമ്മളൊന്നും യുദ്ധത്തിന് പോകുന്നതല്ല, ശബരിമലയ്ക്ക് പോകുന്നതാണ്. പേട്ടതുള്ളുന്നത് അതിൻ്റെ പ്രതീകമായിട്ടാണ്. അങ്ങനെ അവിടുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് പുറപ്പെട്ടു. പോകുമ്പോൾ അന്ന് ഫ്രിഡ്ജില്ല, AC ഇല്ല, മൊബൈലില്ല, ഒന്നുമില്ല. എങ്ങനെ പോകും? ഭക്ഷണം കഴിക്കണ്ടേ? കാട്ടിൽ ഭക്ഷണം ഉണ്ടോ? കണ്ട കാട്ടുകിഴങ്ങൊക്കെ കാണും. പക്ഷേ ഭക്ഷണമായിട്ട് കൊണ്ടുപോയത് തേങ്ങയാണ്. അന്നത്തെ ഫ്രിഡ്ജ്. തേങ്ങയിൽ റെഫ്രിജറേറ്റർ ഒന്നുമില്ല. തേങ്ങയിലെ വെള്ളം കളഞ്ഞിട്ട് മുദ്ര നിറയ്ക്കുന്നത് പോലെ നമ്മൾ അതിനകത്ത് അയ്യപ്പനും കൂട്ടരും ഒക്കെ നെയ്യ് ഒഴിച്ച്. നെയ്യ് നല്ലൊരു ആഹാരമാണല്ലോ, അത് കേടാവാതിരുന്നോളും.
ഇപ്പം നമ്മൾ മുദ്രയായിട്ട് കൊണ്ടുപോകുന്ന പോലെ ആഹാരം തേങ്ങയ്ക്കകത്താക്കി ആ തേങ്ങയും ഭക്ഷിക്കാമല്ലോ, പൊട്ടിച്ച് നെയ്യും കഴിക്കാം. ചോറ് അരി കൊണ്ടുപോകും, അരി ചുമക്കാൻ വേറെ ആളുണ്ട്, അത് തീ വെച്ച് വഴിക്ക് വെച്ച് പാചകം ചെയ്ത് കഴിക്കാനും ഇതിൻ്റെ കൂടെ കൂടാതെ കാട്ടുകിഴങ്ങുകൾ ഇലകളും എല്ലാം ഭക്ഷിക്കാം. അങ്ങനെ ഈ സൈന്യത്തിന് ഭക്ഷണം വേണ്ട യുദ്ധം ചെയ്യാൻ, പ്രായോഗികമായിട്ട് ചിന്തിക്കണം. അങ്ങനെ കൊണ്ടുപോയി ആദ്യം ഈ കാളകെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയാണ് പോകുന്നത്. കാളയെ കെട്ടിയ സ്ഥലമാണ് കാളകെട്ടി. ആരാ കാളയെ കെട്ടിയേ? പരമശിവൻ. എന്തിനാ കെട്ടിയേ? മഹിഷിയായിട്ടുള്ള അയ്യപ്പൻ്റെ യുദ്ധം കാണാൻ വന്നു എന്നാണ്. ശിവൻ്റെ വാഹനമല്ലേ കാള, അല്ലേ? അങ്ങനെ ശിവൻ അവിടെ വന്ന് കാളയെ കെട്ടിയത്. ഇപ്പോഴും ഉണ്ട് കാള കെട്ടിയ ആഞ്ഞിലി ശരണം എൻ്റെ അയ്യപ്പ. കാള കെട്ടിയ ആഞ്ഞിലി അവിടെയുണ്ട്. ഞാൻ ഈ കഴിഞ്ഞത് 2 വർഷം മുമ്പ് അവിടെ പോയിരുന്നു. ആ ആഞ്ഞിലി അവിടെ എൻ്റെ വൈഫിൻ്റെ അച്ഛൻ അവിടെ തന്ത്രമുണ്ട്. അവിടെ 2 ഏതമ്പലം അത് മുക്കുഴി കാളകെട്ടിയൊക്കെ അവിടെ പോയിട്ടുണ്ട്. കാളകെട്ടി ആഞ്ഞിലി അവിടെ കാണാം, ഇപ്പോഴും കാണാം. ആഞ്ഞിലിയുടെ കുഞ്ഞാണിപ്പം. ആ കുഞ്ഞ് വലുതായി വലിയ മുട്ടൻ ആഞ്ഞിലിയായി. അവിടെ ആ വഴി കയറി അത് കഴിഞ്ഞ് ഇഞ്ചിപ്പാറക്കോട്ട പുതുശ്ശേരി വെച്ച് വലിയ യുദ്ധം ഉണ്ടായി. യുദ്ധത്തിൽ പുതുശ്ശേരി മുണ്ടനെ വാവര് കൊന്നു എന്നാണ്. അയ്യപ്പൻ്റെ കൂടെയുള്ള വാവര് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചത്. ഉദയനപ്പോൾ കരിമലക്കോട്ടയുടെ മുകളിലാണ്. അവിടെ നിന്നുകൊണ്ട് വീക്ഷിച്ച് അവിടെ നിന്ന് യുദ്ധത്തിന് തയ്യാറെടുത്ത് കരിമലക്കോട്ടയെ വെച്ച് വൻ യുദ്ധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ കോട്ട ഭേദിക്കാൻ സാധിക്കില്ല. അപ്പോൾ അയ്യപ്പൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണ്ട. അയ്യപ്പൻ അന്ന് ആയുധമെടുത്തില്ല, വൻമരങ്ങൾ വെട്ടിയിടാൻ പറഞ്ഞു. വൻമരങ്ങൾ വെട്ടി കോട്ടയുടെ മുകളിലേക്ക് ഇട്ടു. ആ കോട്ടയുടെ ഉള്ളിൽ കൂടി ഇവരൊക്കെ അകത്ത് കയറി ഉദയനെ സകല എതിരാളികൾ അവിടെ വെച്ച് വധിച്ചു. അങ്ങനെ ധർമ്മം പുനഃസ്ഥാപിച്ചു. കരിമല ഇറങ്ങി ചെറിയാനവട്ടം വലിയാനവട്ടം വഴി പമ്പൈ വന്ന് അന്ന് വൈകിട്ട് വിശ്രമിച്ചു. വൈകിട്ടാണ് എത്തിയത്. ആ പമ്പ തീരത്ത് വിശ്രമിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് പമ്പാ വിളക്ക് നമ്മൾ കൊണ്ടാടുന്നത്. പമ്പാ വിളക്കില്ലേ, പമ്പാ വിളക്ക് എല്ലാവരും കത്തിക്കാറുണ്ട്. ആ പമ്പാ വിളക്ക് കത്തിക്കുകയും ദീപാരാധന നടത്തുകയും ആരെയാ? വനദേവതമാരെ പൂജിച്ചു. പിന്നെ അയ്യപ്പനാണെങ്കിലും ഒരു വധം ചെയ്തു, ദുഷ്ടന്മാരെ ആണെങ്കിലും കൊന്നില്ലേ, അവർക്ക് ബലിതർപ്പണങ്ങൾ ചെയ്യണമെന്ന് അയ്യപ്പൻ കൂട്ടുകാരോട് പറഞ്ഞു. നിങ്ങളെല്ലാവരും ഇവിടെ ബലിതർപ്പണം ചെയ്യണം. അതാണ് പമ്പാ മണൽപ്പുറത്ത് ബലിതർപ്പണത്തിൻ്റെ പ്രാധാന്യം. എന്തുകൊണ്ടാണ് അയ്യപ്പൻ ചെയ്തത്? അയ്യപ്പൻ തന്നെ പറഞ്ഞു, ത്രേതായുഗത്തിൽ ശ്രീരാമൻ ഇവിടെ ബലിതർപ്പണം ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ത്രേതായുഗത്തിൽ ശ്രീരാമൻ ബലിതർപ്പണം ചെയ്ത സ്ഥലമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ബലിയിടണം. അങ്ങനെ ബലിയിട്ടു. നീലിമല കയറുന്നതിന് മുമ്പ് മരത്തിൽ നിന്ന് ഒരില പറിച്ച് അവിടെ ഇട്ട് ആരാധിക്കാൻ പറഞ്ഞു. പൂവിന് പകരം ആരാധിച്ചു. തൊട്ട് തലയെ വെച്ചു. നീലിമല കയറി അപ്പാച്ചിമേട് വഴി ശബരിപീഠത്തിൽ വന്നു. ശബരിപീഠത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു, അതിനി പറയുന്നില്ല. ശബരി ഇരുന്ന സ്ഥലം, ശബരി തപസ് ചെയ്ത മാതംഗ മഹർഷിയുടെ മല, മതംഗമല എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം പിന്നീട് ശബരിയുടെ കാലത്ത് ശബരിമല എന്നറിയപ്പെട്ടു. അതിനുശേഷം ശരംകുത്തിയിൽ ആയുധങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. നമ്മളാണെങ്കിലും ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളാണെങ്കിൽ ജീവിതത്തിൽ ചെയ്ത് കഴിയേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആയുധം എടുക്കരുത്. ഗാന്ധീവം എന്ന് പറഞ്ഞ ഹൈ പവറുള്ള മിസൈലായിരുന്നു അർജുനന്. ആ ഗാന്ധീവം പോലും പ്രവർത്തനരഹിതമായി ഒരു കാലം കഴിഞ്ഞപ്പോൾ. നമുക്കൊക്കെ ഒരു കാലമുണ്ട്. ആ കാലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രസക്തിയില്ലാണ്ടാവും. നമ്മൾ വീട്ടിൽ നിന്ന് പോലും, മക്കൾ പോലും മൈൻഡ് ചെയ്യില്ല, വീട്ടിൽ നിന്ന് പോലും മാറി നിൽക്കേണ്ട അവസ്ഥ വരും. അതുപോലെ എല്ലാത്തിനും ഒരു കാലമുണ്ട്. കാലമാകുന്ന ആ വൻ ശക്തി എല്ലാവരെയും വിഴുങ്ങുന്നു. അങ്ങനെ വന്നപ്പം ശരംകുത്തിയിൽ എല്ലാ ആയുധങ്ങളും ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഇനി ശത്രു സംഹാരം കഴിഞ്ഞു, ഇനി ആരെയും ഉപദ്രവിക്കരുത്, ആവശ്യമില്ലാതെ ആരെയും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് ആയുധം ഉപേക്ഷിച്ച സ്ഥലമാണ് ശരംകുത്തിയ സ്ഥലം, ആയുധം ഉപേക്ഷിച്ച സ്ഥലം. അവിടെ നിന്ന് വീണ്ടും ശബരിമല വന്നു. 18 പടി അവിടെ അമ്പലം പൊളിഞ്ഞു കിടക്കുമായിരുന്നു. ആരാ നശിപ്പിച്ച? ഉദയനൻ എന്ന് പറഞ്ഞ കൊള്ളക്കാരൻ അല്ലേ, നശിപ്പിച്ചു. ആ സമയത്ത് പമ്പയിൽ വെച്ച് പന്തളൻ രാജാവും പമ്പയിൽ വന്ന് കൂടെ കൂടി എല്ലാവരും സന്നാഹമായിട്ട് പുറപ്പെട്ട് ശബരിമലയിൽ കയറി. അവിടെ മധുര രാജാവ്, പാണ്ഡ്യരാജാവും വന്നു. ആ മധുര രാജാവും വന്നു കഴിഞ്ഞപ്പോൾ ഒരു ശുഭമുഹൂർത്തത്തിൽ മകരം 1-ാം തീയതി പുനഃപ്രതിഷ്ഠ നടക്കുകയാണ്. ആ പുനഃപ്രതിഷ്ഠയ്ക്ക് മുമ്പ് എല്ലാവരും സാത്വികരായിട്ട്, എന്താ സാത്വികത എന്ന് പറഞ്ഞാൽ? സാത്വിക ബുദ്ധിയിൽ, അതായത് ആരോടും വെറുപ്പോ വിദ്വേഷവും ഇല്ലാതെ ലോകാസമസ്ത സുഖിനോ ഭവന്തോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈ പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കാളിയാവാൻ അയ്യപ്പനെ ഉപദേശിച്ചു. അയ്യപ്പൻ പറഞ്ഞ എല്ലാവർക്കും വേദവാക്യമാണെന്ന്. നേരത്തെ വേദവാക്യത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ അതുപോലെ വിലപിടിപ്പ് ഉള്ള വാക്കുകളാണ്. അപ്പോഴത്തേക്ക് അയ്യപ്പനും അവശതകളൊക്കെ ഉണ്ടായി. ശബരിമല വെച്ച് അങ്ങനെ കേട്ടിട്ടുണ്ട്.
അയ്യപ്പന് ചെറുപ്പക്കാരനാണെങ്കിലും അവശതകളൊക്കെ ഉണ്ടായി. അതിനിടയ്ക്ക് മുമ്പ് മന്ത്രിയുടെ കുതന്ത്രം കൊണ്ട്, അത് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടോ ഞാനത് പറയാത്ത, പുലിപ്പാൽ സേവം എന്ന് പറയുന്ന കഥയിൽ ഇത് പറയുന്നുണ്ട്. മന്ത്രി ആഭിചാരം ചെയ്തു, നേരിട്ട് തോൽപ്പിക്കാൻ പറ്റില്ല, പെണ്ണുങ്ങളെ പിടിച്ച കാര്യം എളുപ്പമുണ്ടല്ലോ, രാജ്ഞിയെ പറഞ്ഞ് പിരികേറ്റി. അങ്ങനെ പറഞ്ഞ് രാജ്ഞി കള്ള വയറുവേദന അഭിനയിച്ചൊക്കെ നിങ്ങൾക്കറിയാം, അത് ഞാൻ കിടക്കാം. അതിനു മുമ്പ് ആഭിചാരം ചെയ്തു, ദുർമന്ത്രവാദം ചെയ്ത അയ്യപ്പൻ്റെ ദേഹത്ത് മുഴുവൻ വ്രണങ്ങൾ വന്നു. ആ വ്രണങ്ങൾ വന്ന് പന്തളം രാജാവ് കരഞ്ഞ് പ്രാർത്ഥിച്ചു പരമേശ്വരനോട്. പരമേശ്വരൻ ഒരു വൈദ്യനും കൂടിയാണ്, അതറിയാമല്ലോ അല്ലേ. അങ്ങനെ വൈദ്യൻ്റെ രൂപത്തിൽ വന്ന് കുട്ടിയുടെ അസുഖം മാറ്റി പൂർവാധികം തേജസ്സോടുകൂടി അയ്യപ്പൻ വന്നു. അപ്പോഴാണ് ഈ പുലിപ്പാലിൻ്റെ കഥ വന്നത്. പുലിപ്പാല് സാധാരണ പശുമ്പാലല്ല, പുലിപ്പാൽ കൊണ്ടുവരാനേ. പെറ്റിയുടെ മര്യാദയ്ക്കുള്ളൊരു പുലിയുടെ അടുത്ത് തന്നെ നമുക്ക് പോകാൻ പറ്റില്ല. കൂട്ടിൽ കിടക്കുന്ന സൂവിൽ ചെന്നാലും പുലിയെ അടുത്ത് കാണുമ്പോൾ പേടിയാവും. ഇത് കാട്ടിൽ ചെന്ന് പുലിയുടെ മടയിൽ ചെന്ന് പുലിയുടെ പാല് ചോദിക്കുക, നല്ല ഏർപ്പാടല്ലേ, ഉടനെ തരും. പെറ്റ് കിടക്കുന്ന പുലിയുടെ ക്രൗര്യം കൂടും ഇല്ലേ, ഇണചേരുന്ന സർപ്പങ്ങളുടെ ക്രൗര്യം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ കൂടുന്ന ആ പുലിപ്പാലും ആർക്കെങ്കിലും മനുഷ്യരും, അപ്പോൾ ഇവൻ ചത്തു പൊക്കോളും, ഇവനെ പറഞ്ഞ് വിട്ടാൽ മതി, എളുപ്പമുണ്ട്, നമ്മുടെ അയ്യപ്പനെ വിട്ടാൽ മതി എന്ന് റാണി പറഞ്ഞു. രാജാവ് പാവം, ഇങ്ങനെ അയ്യോ മകനെ വിട്ട് ഞാൻ സൈന്യമായിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. സൈന്യമൊന്നും വേണ്ട, അവനെ വിട്ടാൽ മിടുക്കനല്ലേ, പോയിട്ട് വരും. അയ്യപ്പൻ പുലിപ്പാലിന് പോയതോടുകൂടി രാജ്ഞിയുടെ വയറുവേദനയും മാറി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞു. ഇനി ഡോക്ടറെ ഒന്നും വിളിക്കണ്ട, പുലിപ്പാലും വേണ്ട. അങ്ങനെ അയ്യപ്പൻ പോയി, ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു. കാരണം രണ്ടാമത്തെ മകനുണ്ടായി, രാജ്ഞിയുടെ വയറ്റിൽ നിന്ന് സ്വന്തം കുട്ടിയുണ്ടായി. കുട്ടിയുടെ പേരെന്താ? പേര് രാജരാജൻ, കേട്ടിട്ടുണ്ടോ? രാജരാജനുണ്ടായി. രാജരാജനെ രാജാവാക്കണം. അന്ന് പ്രശ്നം അതാണ്, ഭരതനെ രാജാവാക്കണം എന്ന് കൈകേയി പറഞ്ഞ പോലെ രാജരാജനെ രാജാവാക്കണം, അയ്യപ്പനെ ഒഴിക്കണം. അയ്യപ്പൻ അവിടെ പാടില്ല. അയ്യപ്പൻ അല്ലെങ്കിൽ ഇതിലൊന്നും മോഹമില്ല. അയ്യപ്പൻ അല്ലേ തന്നെ മഹിഷിയോട് പറഞ്ഞാണ്, സുന്ദരിയായ ലീലയായിട്ട് മഹിഷത്തിൻ്റെ ശരീരത്തിൽ നിന്ന് തോൽപ്പിച്ച് കഴിഞ്ഞ് വന്നല്ലോ, മഹിഷിയോട് പറഞ്ഞാണ്, എനിക്ക് ലൗകിക മോഹങ്ങളൊന്നുമില്ല, എനിക്ക് ജീവിതത്തിൽ യോഗീശ്വരനാണ് ഞാൻ, എനിക്ക് വേറെ ഒരു ഉദ്ദേശവുമില്ല, ഭൗതികമായ ഒരു ജീവിതമല്ല എൻ്റെ, ആത്മീയമായ ജീവിതമാണ് എൻ്റെ ഉദ്ദേശം തന്നെ വേറെയാണെന്ന് പറഞ്ഞൊഴിഞ്ഞതാണ്. നിനക്ക് അമ്പലത്തിൽ ഞാൻ ഇരിക്കുന്നിടത്തൊരു സ്ഥാനം തരാമെന്ന് പറഞ്ഞു, മാളികപ്പുറത്തമ്മയായിട്ട്, അത് പറഞ്ഞതാണ്. അപ്പം അവിടുന്ന് ഭഗവാൻ നേരെ ഇവരെ നയിച്ചുകൊണ്ട് ക്ഷേത്രത്തെ പുനഃപ്രതിഷ്ഠ. അപ്പോൾ ഇച്ചിരി നല്ല മഴക്കാറ്, ഇടിവെട്ടിയ വലിയ ശബ്ദം, മഴക്കാറിങ്ങനെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ സമയത്ത് പ്രതിഷ്ഠാ സമയമായപ്പോൾ പന്തളം രാജാവും സൈന്യമുണ്ട്, അയ്യപ്പനും സൈന്യമുണ്ട്, അവർ കൂടെ കൂട്ടാളികളുണ്ട്. പിന്നെ ശിവഭൂതങ്ങൾ, വാപരൻ എന്നൊരു ശിവഭൂതമുണ്ട്, അത് വാപരാണെന്നും പറയുന്നുണ്ട്. വാപരൻ, കടുശബ്ദൻ, ഇങ്ങനെയൊക്കെ ശിവഭൂതങ്ങളെ ഭഗവാൻ മകന് വേണ്ടി കൊടുത്തതാണ്. പരമേശ്വരൻ മകനെ സഹായിക്കാൻ അയച്ചതാണ്. അപ്പോൾ ഇവരൊക്കെ അവിടെയുണ്ട്. പാണ്ഡ്യരാജാവുണ്ട്, മധുരമന്നൻ, അവരും വന്നിട്ടുണ്ട്. എല്ലാവരും നോക്കി നിൽക്കെ പുനഃപ്രതിഷ്ഠ നടത്തി ക്ഷേത്രം, ശബരിമല ക്ഷേത്രം. ഇതിനു മുമ്പൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയതല്ല, അതിൻ്റെ കൂടെ പറയേണ്ടതാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 4 പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളിൽ ഒന്നാണ് ശബരിമലയിലെ ബ്രഹ്മചാരി ഭാവം, നൈഷ്ഠിക ബ്രഹ്മചാരി. ഓരോ ഭാവമുണ്ട് പ്രതിഷ്ഠയ്ക്ക്. ഇങ്ങനെയൊരു വിഗ്രഹം നിങ്ങൾ വേറെ എങ്ങും കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഇരിക്കുന്നത്. കൈക്കുടിയം എന്നതിന് പറയുന്നത്, കോഴി ഇരിക്കുന്നല്ലോ, കുക്കുടാസനം. പട്ടബന്ധം കേട്ടിട്ടുണ്ടോ? ഭട്ടബന്ധമാണ് ഒരു തുണി കൊണ്ട് ചുറ്റി ആ തപസ്സിന് ഇളക്കം വരാതെ, ഒരു ശ്രദ്ധ മാറാതെ ഒറ്റ ഇരിപ്പിരിക്കുന്നതാണ്. ഇങ്ങനെ ഏതെങ്കിലും ഈശ്വരന്മാരുടെ വിഗ്രഹം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും ഒരു പ്രത്യേകതയാണ്. ഈ ഭട്ടബന്ധത്തിൽ ഏകാഗ്രമായ തപസ്, ബ്രഹ്മചര്യ ഭാവം, അതാണ് നൈഷ്ഠിക ബ്രഹ്മചാരി. അച്ചൻകോവിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ചത് കുടുംബമായിട്ടാണ്. അവിടെ വാളു കയ്യിലേന്തി ഭാര്യയും മകനുമായിട്ടാണ്. സത്യകനും പൂർണ്ണ പുഷ്കല അറിയാമല്ലോ, ശാസ്താവിൻ്റെ ഭാര്യമാർ. ബ്രഹ്മചാരി ഭാവമാണ് അയ്യപ്പനല്ല, അയ്യപ്പൻ കല്യാണം കഴിച്ചിട്ടുമില്ല. വാഹനം പുലിയാണ്. ശാസ്താവിൻ്റെ വാഹനം എന്താണ്? ശാസ്താവിൻ്റെ വാഹനം എന്താണ്? പറയൂ. വാജിയ. ശരിയാണ്, ഇവിടെ നോക്കിയാൽ മതി, മുമ്പിലുണ്ടല്ലോ. പറയൂ, എന്താണത്? കുതിര, വാജിവാഹനം. കളഭകേസരി വാജിവാഹനം. അപ്പം അയ്യപ്പൻ്റെ വാഹനം അതാണ്. ശാസ്താവിൻ്റെ വാഹനം കുതിരയാണ്. ശാസ്താവിന് പൂർണ്ണ പുഷ്കല എന്ന് പറയുന്ന, അല്ലെ പൂർണ്ണ പുഷ്കല ഭാവത്തിലുള്ള പ്രഭ, മകനായിട്ട് സത്യകൻ. സകുടുംബമുള്ള പ്രതിഷ്ഠയാണ്. എവിടെ?
ആര്യങ്കാവിലല്ല, അച്ചൻകോവിൽ. ആര്യങ്കാവിൽ യുവാവെന്നുള്ള ഭാവമാണ്, കുളത്തൂപ്പുഴ ബാലകനാണ്. ഇങ്ങനെ 4 ഭാവത്തിലാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ട് ശബരിമലയ്ക്ക് പ്രത്യേകതയുണ്ട്. ശബരിമലയിൽ യുവത്വത്തിൽ ഉള്ള പ്രതിഷ്ഠയാണെങ്കിലും അത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതുകൊണ്ടാണ് സ്ത്രീകളല്ല യുവതികൾ. എല്ലാവരും തെറ്റിദ്ധരിച്ച് സ്ത്രീകൾക്ക് കയറാം. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കയറാം, 50 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും കയറാം. അപ്പോൾ സ്ത്രീകൾ വിലക്കില്ല. യുവതികൾക്ക് അവരെ ശാരീരികമായ പ്രത്യേകത കൊണ്ടാണ്. അതുകൊണ്ടല്ല, വേറെ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് വിലക്കുള്ളത്. 12 രാജാവ് പോലും സ്വന്തം മകനായിട്ട് മകൻ എഴുന്നേൽക്കേണ്ടി വരും. നേരെ എന്ന് തൊഴിലെന്നാണ് പറയുന്നത്. കാരണം എഴുന്നേൽക്കേണ്ടി വരില്ലേ, നമ്മളതിനൊരു സാഹചര്യം ഒരുക്കി കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ ശബരിമലയിൽ പുനഃപ്രതിഷ്ഠ ഭംഗിയായിട്ട് നിർവഹിച്ചതിന് ശേഷം പ്രതിഷ്ഠയ്ക്കുള്ള സമയമായപ്പോൾ എല്ലാവരും കാണുക തന്നെ നല്ല മഴക്കാറുള്ള അന്തരീക്ഷത്തിൽ വെച്ച് അതിഭയങ്കരമായൊരു വെള്ളിടി വെട്ടി. ആ വെള്ളിടി വെട്ടിയ സമയം എല്ലാവരും ഏകാഗ്രമായിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് നിൽക്കുന്ന സമയത്താണ് അയ്യപ്പൻ്റെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു. അയ്യപ്പൻ്റെ ഒരൊറ്റ മിന്നൽ പോലെ ഒരു പ്രഭയിൽ ശ്രീകോവിലേക്ക് എല്ലാവരും കാണുക തന്നെ ഒരു ചൈതന്യം, ഒരു തേജസ് പോയി ശ്രീകോവിലിൽ ലയിക്കുന്നു. അതാണ് ബ്രഹ്മനിർവാണം. അയ്യപ്പൻ ശ്രീകോവിലിൽ ലയിച്ചു. ശ്രീകോവിലിലെ വിഗ്രഹത്തിൽ, ശ്രീധർമ്മശാസ്താവിൻ്റെ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചു. അയ്യപ്പൻ്റെ ജീവിതം അവതാരോദ്ദേശം പൂർണ്ണമായ അവതാരോദ്ദേശം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് അയ്യപ്പൻ നിന്ന സ്ഥലത്തൊന്നുമില്ല. നോക്കിയപ്പോൾ മധുര രാജാവിൻ്റെ മധുര മീനാക്ഷി ക്ഷേത്രം എല്ലാവർക്കും അറിയാമല്ലോ. മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ മീനാക്ഷി അമ്മനെയാണ് വടക്ക് വശത്ത് മാളിക രൂപത്തിൽ പ്രതിഷ്ഠിച്ചതെന്ന് പറയുന്നു. അങ്ങനെയും പറയുന്നുണ്ട്. പിന്നെ മഹിഷി പൂർവ്വജന്മത്തിൽ ലീലയായിരുന്നല്ലോ. ലീല എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ അവതാരമാണ്. ആ മഹാലക്ഷ്മിയുടെ അവതാരത്തിൽ മഹാലക്ഷ്മിയാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറയുന്നത്. എന്തായാലും അവിടെ മാളികപ്പുറം എന്നുള്ള പേര് തന്നെ വന്നത് അവിടെ താമസിച്ചിരുന്ന മേശാന്തി, അവിടെ കൊല്ലപ്പെട്ട മേശാന്തി തന്നെ അവിടെ ഒരു മാളിക പോലെ കെട്ടിയിരുന്നത്രേ. എന്തിനാണ്? പുലിയും കടുവയും ഒന്നും കയറി വരാതെ. അങ്ങനെയാണ് മാളിക പോലെ 2 മരം കൊണ്ടൊക്കെ 2 നില ഉണ്ടാക്കി കാണും. അതിനാണ് മാളികപ്പുറം എന്ന് പേര് വന്ന് വടക്ക് വശത്ത്. എന്തായാലും മാളികപ്പുറത്തിൽ പ്രതിഷ്ഠ അയ്യപ്പൻ തന്നെ നിർവഹിച്ചു. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠയായ ശബരിമലയിലെ മൂലവിഗ്രഹം, ആ ശാസ്താവിഗ്രഹത്തിലേക്ക് അയ്യപ്പൻ്റെ വിലയം പ്രാപിച്ച് ബ്രഹ്മനിർവാണം പ്രാപിക്കലുണ്ടായത്. അങ്ങനെയുള്ള കലിയുഗത്തിൽ ജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് പ്രത്യക്ഷ ദൈവമായ, നേരിൽ കാണാവുന്ന അടുത്ത കാലത്തെ കഥകളും ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ പാകത്തിന് വ്യക്തമായൊരു ബോധം തരുന്ന അയ്യപ്പൻ്റെ കഥയാണ് ഞാനിവിടെ ചുരുങ്ങിയ വാക്കുകളിൽ. തെറ്റും ശരിയും ഉണ്ടാവാം. നമ്മുടെ മനുഷ്യൻ എപ്പോഴും തെറ്റൊക്കെ പറയുമല്ലോ, അറിയാതെ തെറ്റുകൾ വന്നു കാണും. അവതരിപ്പിച്ചത് ആ പുണ്യം, അതിൻ്റെ ആ കേൾവി, അത് കേൾക്കാൻ നിങ്ങൾ കാണിച്ച ക്ഷമ, നിങ്ങൾ കാണിച്ച, നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് കാത് കടം തരണം. നന്നായി ഓർപ്പിച്ചത്. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിച്ചേക്കാം. 1:15. അയ്യപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. കൈക്കുടീയം, കുക്കുടാസനം, കാല് 2 വെച്ച്. ചില വിഗ്രഹങ്ങളിൽ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വ്യത്യാസമുണ്ട്. ശാസ്താവിൻ്റെ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇരിക്കുന്ന ശാസ്താവ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരും കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ടുണ്ടെന്ന് ഒരമ്മ പറഞ്ഞു. അപ്പം ഇവിടുത്തെ പ്രത്യേകത, ഈ ശബരിമലയിലെ വിഗ്രഹം, ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇത് ഏറ്റവും വലിയ തെളിവാണ്. ധ്യാനഭാവത്തിലേക്ക് ഭഗവാനെ ആക്കിയിട്ടാണ് നട അടയ്ക്കുന്നത്. അത് മൂടുഭസ്മം നമുക്ക് വഴിപാടായിട്ട് കിട്ടും. ഭസ്മം വിട്ട് മൂടി ഭസ്മസഞ്ചിയും വടിയും ഒക്കെ കൊടുത്തിട്ടാണ്, നിങ്ങൾക്കറിയാം അതെങ്ങനെയാണ് ഇരുത്തുന്നത്. ഈ കയ്യുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ 2 പോയിൻ്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകണം. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവും അല്ലേ? 2 പോയിൻ്റ് നിർത്തിയേക്കാം. കാരണം ഇനി വളരെ ദൂരെ നിന്ന് ഞാൻ വന്നത്, അതുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കൊരു പ്രയാസമാവും. കൈ ഇത് ഇങ്ങനെ വയ്ക്കും. എല്ലാവരും നോക്കാണാവോ? കൈ ഇങ്ങനെ വയ്ക്കുന്നത്. നിങ്ങൾ വെച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല. ചിന്മുദ്ര എന്നാണ് ഇതിന് പറയുന്നത്. എന്താണ്? ഉറക്കെ പറഞ്ഞേ. ചിന്മുദ്ര. സത്ത് ചിത്ത് ആനന്ദം, പരമമായ ഈശ്വരൻ,
സത്ത് ചിത്ത് ആനന്ദം. ഓക്കെ, ഈ ചിന്മുദ്രയിൽ ഭഗവാന്റെ രൂപത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരിക്കൽ വിവേകാനന്ദൻ നാട്ടിൽ വന്നപ്പോൾ, നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ, കേരളം ഒരു ഭ്രാന്താലയമായിരുന്നു എന്ന് പറഞ്ഞു എന്നൊക്കെ നമുക്കറിയാം. ഇപ്പോൾ അതിലും വലിയ ഭ്രാന്താലയമായിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഭരണത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രത്യേകത കൊണ്ട് നാട്ടുകാരൊക്കെ അങ്ങനെ ആയിരിക്കുകയാണ്. അത് പോട്ടെ. ഏതായാലും ഈ ചിന്മുദ്രാങ്കിതമായ രൂപഭാവം അയ്യപ്പൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഈ 3 വിരൽ സെപ്പറേറ്റായിട്ട് 3 വിരൽ നിൽക്കുന്നു. മനുഷ്യൻ 3 അവസ്ഥയിലാണ് എന്നും എല്ലായ്പ്പോഴും. മനുഷ്യനുണ്ടായപ്പോൾ തൊട്ട് ഇനിയും 1,00,000 വർഷം കഴിഞ്ഞാൽ 3 അവസ്ഥയിലാണ്. എന്താണ്? അവസ്ഥാത്രയം. ത്രയം എന്ന് പറഞ്ഞാൽ 3, അവസ്ഥാത്രയം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 അവസ്ഥ. എന്തൊക്കെയാത്? ഇപ്പം നിങ്ങൾ ജാഗ്രത അവസ്ഥയിലാണ്. ജാഗ്രത് എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്നു. അത്രേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. ജാഗ്രത കേട്ടുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ കോയിട്ടുമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങും. എല്ലാവരും ഉറങ്ങൂല്ലേ? ഞാനും ഉറങ്ങും. അത് കഴിഞ്ഞാൽ സ്വപ്നം കാണും. സ്വപ്നാവസ്ഥ. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. സമ്മതിച്ചോ? സമ്മതിച്ചില്ലേ സമയം പോകും. നിങ്ങൾക്ക് തന്നെ കൂടുതൽ വിശക്കും. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി 3 അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മോചനമില്ല. ആർക്കും മോചനമില്ല. അമേരിക്കൻ പ്രസിഡൻ്റ് ആണെങ്കിലും മോചനമില്ല. നമുക്ക് ആർക്കും മോചനമില്ല. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. സമ്മതിച്ചോ? ഇതാരാ? ജീവാത്മാവ്. നമ്മളൊക്കെ ഇതാരാ? പരമാത്മാവ്. ജീവാത്മാവ് പരമാത്മാവിനോട് ചേരുന്നു. പ്രാക്ടിക്കൽ ക്ലാസ്സാണ് ഞാൻ പറയുന്നത്. ജീവാത്മാവ് പരമാത്മാവിനോട് ചേരും. നിങ്ങൾ ചേരുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചേരും, ഉറപ്പാ. നിങ്ങളെന്നല്ല, നമ്മളെല്ലാവരും. ഞാൻ ചേരുന്നില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ടോ? ഒരു രക്ഷയില്ല, ചേർന്നേ പറ്റൂ. സാക്ഷാത്കാരം ഈശ്വരൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഈശ്വരനിൽ നിന്നാണ് വന്നത്. പഞ്ചഭൂതാത്മകമായ ശരീരം, ജീവൻ കറണ്ട് കൊടുത്തപ്പോൾ വർക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കറണ്ട് ഇല്ലെങ്കിൽ മൈക്ക് വർക്ക് ചെയ്യുമോ? ഇല്ല. നമുക്ക് ജീവൻ എന്ന് പറഞ്ഞ പരമാത്മാവിൻ്റെ അംശം ഉള്ളിലുള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ അത് ഉള്ളിൽ കിടക്കുന്നു. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി 3 അവസ്ഥയിൽ ജീവാത്മാവ് പരമാത്മാവ് രണ്ടും കൂടെ ചേരുന്നു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥ കഴിഞ്ഞ് 4മതൊരവസ്ഥയുണ്ട്. അതാണ് തുരീയം. തുരീയം. ഈ തുരീയാവസ്ഥയിലെത്തിയാൽ ജീവാത്മാവിന് നമ്മളെപ്പോലുള്ള ഗോപാലകൃഷ്ണന്, ഉണ്ണികൃഷ്ണന്, ജാനകി അമ്മയ്ക്ക്, ലക്ഷ്മിക്കുട്ടിക്ക്, അന്തോണിക്ക്, അബ്ദുള്ളയ്ക്ക്, ഔസേപ്പിനൊക്കെ ആരുമായിട്ട് ചേരാം? മനസ്സിലായോ? ഞാൻ മനസ്സിലായില്ലേ ചോദിക്കണം, മനസ്സിലായില്ലെങ്കിൽ പറയണം. ഈശ്വരനുമായിട്ട് ചേരാം. അതാണ് ചിന്മുദ്ര. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി 18 പടി. 5 ശരീരം 5 ഘടകങ്ങൾ ഉൾക്കൊണ്ടതാണ്. 5 ഘടകങ്ങൾ, പഞ്ചഭൂതങ്ങൾ എന്ന് പറയും. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് വിചാരിക്കുന്നു. ഭൂമി, അഗ്നി, വായു, ജലം, ആകാശം. പഞ്ചഭൂതങ്ങൾ ഓരോ കഷ്ണം എടുത്താണ് നമ്മുടെ ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ എന്താണ്, ശരീരത്തിൽ കിഡ്നിയുണ്ട്, ലിവറുണ്ട്, ഹാർട്ടുണ്ട്, ലങ്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതൊന്ന് ഫിസിയോളജിയൊക്കെ പഠിച്ചവരൊക്കെ അങ്ങനെ പറയും. പക്ഷേ ആക്ച്വലി നമ്മുടെ ഋഷിവര്യന്മാർ കണ്ടുപിടിച്ചതും മനസ്സിലാക്കിയതും 5 ഘടകങ്ങളാണ് ശരീരത്തിലുള്ളത്, പഞ്ചഭൂതങ്ങൾ. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ 5 സിസ്റ്റങ്ങൾ വഴിയാണ്. 5 വായുക്കളാണ് പഞ്ചവായുക്കൾ. ഏതൊക്കെയാണ് പഞ്ചവായുക്കൾ? പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ തുടങ്ങിയ 5 പ്രാണൻ. അപ്പോൾ 5 5 എത്രയായി? കൂട്ടിക്കോളൂ. 5 5 എത്രയായി? മാറ്റമൊന്നുമില്ല, 10 തന്നെയല്ലേ ഇന്നും? 5 5 10 അല്ലേ? മാറ്റമൊന്നുമില്ല. ശരി. അപ്പോൾ 5 5 10. ഇതുകൂടാതെ 5 ഇന്ദ്രിയങ്ങൾ. ഇത് പ്യുവർ സയൻസാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത് വെറുതെ ഇയാൾ എന്തൊക്കെയോ പറയണമെന്ന്. മനസ്സിലാക്കുക, സയൻസാണ്. 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് നമ്മൾ ദുഃഖിക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് സമാധാനമായിട്ട് കിടന്നിറങ്ങിയ ആൾ കണ്ണ് തുറന്ന് അടുത്ത വീട്ടിൽ പുതിയ കാറ് കണ്ടപ്പോഴത്തേക്കും വിഷമമായി. ഇവൻ എങ്ങനെ ഇത് വാങ്ങിച്ചു? ഇന്നലെ വരെ സെക്കൻഡ് ഹാൻഡ് കാറായിരുന്നു, എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് കാറേ ഉള്ളൂ. ഇങ്ങനെ വിചാരിച്ച് നമ്മൾ വിഷമിക്കാൻ തുടങ്ങും. കണ്ണ് ചതിച്ചു. ഇന്ദ്രിയമാണ് കണ്ണ് ചതിക്കുന്നൊരു ഇന്ദ്രിയം. കാത് ചതിക്കുന്ന ഇന്ദ്രിയം. നല്ല പാട്ട് കേൾക്കുമ്പോൾ പോകുന്ന ഒരാൾ നന്നായിട്ട് പാട്ട് പാടി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് പോകുന്നു. ലവ് ജിഹാദ് സംഭവിക്കുന്നു, തീർന്നു. ആ പെണ്ണിൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്തത് നാവ്. നല്ല രസി. എന്താ അതിന് പറയണേ? വഴിയിൽ വിൽക്കുന്ന ഇറച്ചിക്ക് എന്തോ ഒരു പേര്, കുറേ പേര് കഴിച്ച് മരിച്ചല്ലോ. ഷവർമ്മ. അങ്ങനെ വർമ്മമാരുടെ അവരിങ്ങനെ ഷവർമ്മ റോഡ് സൈഡിൽ പച്ച ഇറച്ചി വേവിച്ച് വിൽക്കുന്നു. നല്ല രുചി നോക്കിപ്പോയി
അപകടത്തിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിച്ചു, അല്ലെങ്കിൽ മാരക രോഗം, കുടലിൽ ക്യാൻസർ, മലാശയത്തിൽ ക്യാൻസർ. ഈയിടെ ഒരു റിപ്പോർട്ട് വായിച്ചാണ്, പേടിച്ചു പോയി. മലാശയത്തിൽ ക്യാൻസർ കൊച്ചു കുട്ടികൾ കൂടുതൽ വരുന്നത് കാരണം ഏറ്റവും കൂടുതൽ തിന്നുന്നത് ഈ ഫാസ്റ്റ് ഫുഡും മറ്റേ സാധനം ഉണ്ടല്ലോ, പിന്നെ മൊബൈലിൻ്റെ ഉപയോഗവും, തലച്ചോറ് ക്യാൻസർ. അപ്പം ഞാൻ പറഞ്ഞ രസന, നാവ് ഒരു ചതിക്കുന്നതാണ്. 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് 5 തുളയിട്ടാൽ ഇങ്ങനെ ഇരിക്കും. ചെവി നമ്മളെ ചതിക്കും, കണ്ണ് നമ്മളെ ചതിക്കും, തൊലിയുടെ സ്പർശം, ആണും പെണ്ണും നമ്മളെ സ്പർശം നോക്കി പോയി അവസാനം പോയി കുഴിച്ചാടും. ചിലപ്പോൾ സിറിയയിലായിരിക്കും പോകുന്നത്, ചിലപ്പോൾ ബോംബായിട്ട് ഒറ്റ പൊട്ടായിരിക്കും. സ്പർശനം സുഖം നോക്കി പോകുന്നു, അതൊരു ചതി. പിന്നെ നാവ്, പിന്നെ 5 ഇന്ദ്രിയങ്ങൾ, ത്വക്ക്, നാക്ക്, മൂക്ക് തുടങ്ങിയ 5 ഇന്ദ്രിയങ്ങൾ. അപ്പോൾ 5 5 10, 5 വായുക്കൾ, 5 ഇന്ദ്രിയങ്ങൾ, 5 പഞ്ചഭൂതങ്ങൾ. 15 ആയോ ഇല്ലയോ? 15. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. മനസ്സും ബുദ്ധിയും 2 ആകട്ടോ, 1 മനസ്സും ബുദ്ധി, അഹങ്കാരം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം. അത് ഞാനാ ചെയ്തത് എന്നല്ലേ പറയുള്ളൂ നമ്മൾ. ഇങ്ങനെയൊക്കെ ദൈവാധീനം കൊണ്ടൊക്കെ നടന്നുപോയി. ഞാനൊരു 2 മണിക്കൂർ പ്രഭാഷണം ചെയ്തു എന്ന് വളരെ വിനയാന്വിതനായിട്ട് പറയും. ഞാനാ പ്രഭാഷണം ചെയ്തത്, ഞാൻ ചെയ്തുകൊണ്ടാണ് ഇത്രയൊക്കെ പറയാൻ പറ്റിയത് എന്ന് പറയുന്നില്ല ഞാൻ. അത് ഞാൻ എന്നുള്ള ഭാവമാണ്. ആ ഭാവമല്ല അവിടെ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതെല്ലാം മനുഷ്യർക്കും വേണം, മിനിമം വേണം. പക്ഷേ അത് ഓവറാവുമ്പോൾ അതും പ്രശ്നമാവും. ഈ 3ഉം 15ഉം കൂടെ കൂട്ടിയാൽ എത്രയായി? 18ആയി. ഈ 18 പടികളുടെ ആധാരം ഇതാണ്. വ്യാസൻ എല്ലാത്തിനും 18 പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഭഗവത്ഗീതയ്ക്ക് 18 അധ്യായം, 700 ശ്ലോകം. മഹാഭാരത യുദ്ധം 18 ദിവസം. മഹാഭാരത യുദ്ധം 18 ദിവസം. 18 തരം ആയുധങ്ങൾ ഉപയോഗിച്ചു, 18 തരം പെരുമ്പറകൾ ഉപയോഗിച്ചു, 18 അക്ഷൗഹിണിപ്പടകൾ. പാണ്ഡവർക്ക് 7, കൗരവർക്ക് 11. 18 അക്ഷൗഹിണിപ്പടകളാണ് യുദ്ധം ചെയ്തത്. 18 ദിവസം നീണ്ടു നിന്ന യുദ്ധം. 18 അടി നീളം പത്മനാഭസ്വാമി ക്ഷേത്ര വിഗ്രഹത്തിന്. ഇങ്ങനെ 18 ജീവിതത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. 18 അധ്യായം, 18 പർവ്വങ്ങൾ. 18 പർവ്വങ്ങളാണ് മഹാഭാരതം. 18 അധ്യായം ഭഗവത്ഗീത. 18,000 ശ്ലോകം ഭാഗവതം. 18,000 ശ്ലോകം ദേവി ഭാഗവതം. അതാണ് ഭട്ടതിരിപ്പാട് 1060 ശ്ലോകങ്ങളായിട്ട് ചുരുക്കി നാരായണീയമാക്കി സമർപ്പിച്ച രോഗസമർപ്പണത്തിന്. ആ സമർപ്പണം ചെയ്തത് രോഗം ശമിക്കാനും കൂടെയുള്ള പ്രാർത്ഥനയാണ്. എല്ലാവർക്കും രോഗമാണ് ഏറ്റവും വലിയ ഭീഷണി. രോഗം ഉണ്ടാവാതിരിക്കട്ടെ, ആയുരാരോഗ്യ സൗഖ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭട്ടതിരിപ്പാട് പ്രാർത്ഥിച്ചതുപോലെ 8ാം ദശകത്തിലെ 13ാം ശ്ലോകം വേണമെങ്കിൽ നോട്ട് ചെയ്തോണം. 8ാം ദശകത്തിലെ 13ാം ശ്ലോകം, ഓം അസ്മിൻ പരാത്മൻ അനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാം അമരോഗരാശിം നിരുന്ധിവാതാലയ വാസ വിഷ്ണു. ഗുരുവായൂരപ്പ, എൻ്റെ രോഗത്തെ ശമിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥന. രോഗം വന്നവർക്ക് അത്യുത്തമം, രോഗം വരാത്തവർക്ക് രോഗപ്രതിരോധം. നിത്യേന 18 പ്രാവശ്യം ജപിക്കുക. കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് വീട്ടിൽ വിളക്ക് കൊളുത്തുക, നിലവിളക്ക്, എന്നിട്ട് ജപിക്കുക. ആ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി ഈ പ്രാർത്ഥനയോടുകൂടി എൻ്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. മണി 1:30 ആവാറായി. നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. പക്ഷെ വിശക്കുന്നതിലുപരി ഇത്രയും വലിയൊരു യജ്ഞവേദിയിൽ നിങ്ങളോടൊക്കെ വന്ന് സംവേദിക്കാൻ സാധിച്ചത് ഇവരെ പോലുള്ള മഹാന്മാർ ക്ഷണിച്ചുകൊണ്ടാണ്. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, ഞാൻ അത്ര പ്രശസ്തനൊന്നുമല്ല. പക്ഷേ എനിക്ക് വിളിച്ചൊരവസരം തന്നത് തീർച്ചയായിട്ടും ശ്രീ ഗോപൻ ചെന്നിത്തലയെ പോലുള്ളവരും ശ്രീ അജി അവർകളും അതുപോലെ തന്നെ മറ്റ് പ്രസിഡൻറ്റും ശ്രീ പ്രസാദ് അവർകൾ, ഇങ്ങനെ ഒരുപാട് പേര്, ബിജു നേരിട്ട് ശ്രീ ബിജു അവർകൾ, എല്ലാവരും എൻ്റെ പേര്, പ്രത്യേകിച്ചും എൻ്റെ പേര് ഇവിടെ പറഞ്ഞ പന്തളം ശശിചേട്ടൻ, ശശികുമാര വർമ്മ, അദ്ദേഹത്തിൻ്റെ അമ്പലത്തിൽ ഞാൻ പ്രഭാഷണം 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അവരൊക്കെ തന്നിട്ടാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി. സ്വാമി അയ്യപ്പനോട് കലിയുഗവരതനായ അയ്യപ്പൻ തന്നെ എല്ലാവർക്കും തുണയാകട്ടെ. ഗുരുവായൂരപ്പൻ തന്നെ അയ്യപ്പൻ. ഏകം സത്വിപ്രാ ബഹുധാ വദന്തി. എല്ലാം ഈശ്വരൻ്റെ പല രൂപങ്ങളാണ്. മൂർത്തിഭേദങ്ങളെ നമ്മൾ ആദരിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യമാണ്, ഹൈന്ദവരുടെ സനാതനധർമ്മത്തിൻ്റെ ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 8ാം ദശകത്തിലെ 13ാം ശ്ലോകം എല്ലാവർക്കും രോഗം ശമനം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അത് യേശുദാസ് ഒരു ശ്ലോകത്തിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ശ്ലോകം പാടി ഞാനിവിടെ അവസാനിപ്പിക്കാം. നാരായണീയത്തിലെ എല്ലാവരും ഒന്ന് നിവർന്നിരിക്കാവോ? സ്റ്റഡിയായിട്ട് നിവർന്നിരിക്കുക.
ഏതിൻ്റെ? അത് പറഞ്ഞു കൊടുക്കുക, എനിക്ക് കുഴപ്പമില്ല. ഞാനിന്ന് വൈകുന്നേരം ആ ആ നേരെ പിന്നീട് പറയാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. പറഞ്ഞു എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിത് പാടി നിർത്തിക്കോട്ടെ, അതോ ഇപ്പോൾ പറയണോ, പരസ്യമായിട്ട് പറയണോ? എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ചോദിക്കാവുള്ളൂ കേട്ടോ, അറിയാവുന്ന കാര്യം ചോദിക്കാം. മണിമണ്ഡപം നല്ല ചോദ്യമാണ്. ഞാൻ അത് ഇത്രയും വിശദമായിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയാത്ത. മണിമണ്ഡപം എന്ന് പറയുന്നത് ആ പേര് തന്നെയുണ്ട്. ആരാ മണി? ഭഗവാൻ തന്നെ. മണികണ്ഠൻ ഇരുന്ന മണ്ഡപം. മണ്ഡപം എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള സ്ഥലം. അവിടെ ഉണ്ണികൃഷ്ണനും ഇരിക്കാം, ഗോപാലകൃഷ്ണനും ഇരിക്കാം, ജാനകി ചേച്ചിക്കും ഇരിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ മണിമണ്ഡപത്തിൽ ഭഗവാൻ ഇരുന്ന് ഈ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. എവിടെയെങ്കിലും ഇരിക്കണ്ടേ? അവിടെ ഇരുന്ന് നേതൃത്വം കൊടുത്തു. ആ കൊടുത്ത സ്ഥലം, മണികണ്ഠൻ ഇരുന്ന സ്ഥലം എപ്പോഴും നമ്മൾ പ്രാധാന്യം മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിൽ എൻ്റെ മുത്തശ്ശൻ ഇരുന്ന കസേരയത്, ചാരി കസേര നമ്മൾ പറയാറില്ലേ? അച്ഛൻ വന്നിരിക്കാറുള്ള കസേരയെ മക്കളിരുന്നാൽ പറയാം, എടാ അച്ഛൻ ഇപ്പോൾ വരും, ജോലി കഴിഞ്ഞ് അവിടെ ഇരിക്കരുതെന്ന് പറയും. എന്തിനാ അങ്ങനെ പറയുന്നത്? അച്ഛനെന്ന് വെച്ചാൽ കസേര ചെറുതായി പോകുമോ, ഒടിഞ്ഞു പോകുമോ കൊച്ചിരുന്നാൽ? ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു സങ്കല്പം അതാണ് അല്ലേ? ആരെങ്കിലും വന്നാൽ എഴുന്നേറ്റ് ബഹുമാനിക്കുക. ഇതൊക്കെ നമ്മൾ ശീലങ്ങൾ പഠിപ്പിക്കുക. അതുപോലെ ആ സ്ഥാനത്തിന് പ്രാധാന്യമുണ്ട് അല്ലേ? അതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് മണിമണ്ഡപത്തിൽ ഇരുന്നു കൊണ്ടാണ് ഭഗവാൻ ഈ എന്താ പറയണ്ടേ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞ് സൂപ്പർവിഷൻ ചെയ്തത്. ഞങ്ങൾ PWDയിൽ ജോലി ചെയ്യുമ്പോൾ പറയും സൂപ്പർവിഷൻ ചെയ്യാനായിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസീറൊക്കെ വിടുന്ന് നമ്മൾ പറയാറുണ്ട്. ഈ പറഞ്ഞ റോഡ് സൂപ്പർവിഷൻ, മെറ്റൽ കൂട്ടുന്ന പേര് ശർക്കര വരട്ടി പോലെ കൂട്ടിയിടുമ്പോൾ അതൊക്കെ പോയി വെയിലത്ത് പോയി നിൽക്കും, സൂപ്പർവിഷൻ. അതുപോലെ മണികണ്ഠനവിടെ പണിയുടെ മേൽനോട്ടം വഹിക്കുന്ന ഇരുന്ന സ്ഥലമാണ് മണിമണ്ഡപം. ഇത്രയേ ഉള്ളൂ പ്രാധാന്യം, എൻ്റെ അറിവിൽപ്പെട്ടത് കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, കുഴപ്പമില്ല. എനിക്ക് വിശക്കുന്നു ചുമ്മാ പറഞ്ഞ കേട്ടോ. ഞാനിങ്ങനെ അയ്യപ്പൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനിങ്ങനെ മറന്നു പോകും. ശരീരവും അറിയില്ല, വിശപ്പും അറിയില്ല, കാലം ദേശം വ്യക്തിയൊക്കെ മറന്നു പോകും. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിലാണെന്ന് വിചാരിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനിയും മൈലുകൾ 100 കണക്കിന് കിലോമീറ്റർ ഓടിച്ച് വേണം എനിക്കിനി തിരുവനന്തപുരത്തെത്താൻ. തിരുവനന്തപുരത്തല്ല എൻ്റെ നാട്. ഞാനിപ്പം മക്കളുടെ അടുത്തേക്ക് പോവാം, ഞാനും ഭാര്യയും കൂടി. പിന്നെ പേഴ്സണലായിട്ട് ചോദിച്ചാലും പറയാം. അപ്പോൾ ഈ 8ാം ദശകത്തിലെ 13ാം ശ്ലോകം അത് നോട്ട് ചെയ്താൽ നല്ലതാണ് കേട്ടോ. ദിവസം 18 പ്രാവശ്യം കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഓരോ തിരിയിട്ട്, തിരിയല്ല ദീപം, 2 ദീപം മതി. ഇതിപ്പോൾ 5 ഭദ്രദീപമാണ്, ഇത്ര ആവശ്യമില്ല. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് 5 ദീപം കൊളുത്തിയാൽ പണിക്ക് പോകാൻ പറ്റില്ല ആർക്കും. നമുക്ക് സാധിക്കുന്നത് മതി. വലിയ വഴിപാടൊക്കെ നടത്തി കാശ് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കഴിവുള്ള പോലും അതുപോലെ ചെയ്താൽ മതി. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥാത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാൽ നിശേഷതാപാന പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ അജ്ഞാത്വാദേ മഹത്വം യദിഹ നിഗദിതം
വിശ്വനാഥ ക്ഷമേധ. സ്തോത്രം ചൈതൽ സഹസ്രോത്തരമധികതരം ത്വൽപ്രസാദായ ഭൂയാ. ദ്വേതാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരേ ഇഹമിഹ കുരുതാൽ. ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം. കൃഷ്ണ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.